ഹലോ, അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, എത്രയും പെട്ടെന്ന് ഒന്ന് ഉള്ളിലേക്ക് കടന്നിരിക്കണം. ഉസ്താദുമാരെ അഭ്യർത്ഥനയാണ്. ശരി. അൽഹംദുലില്ലാഹ്. നേരത്തെ മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള മഹാന്മാരോട് സഹായം തേടാം എന്നതിന് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ തെളിവുദ്ധരിച്ചു, ഹദീസ് തെളിവുദ്ധരിച്ചു. ഒരക്ഷരം പോലും പറഞ്ഞില്ല, ഒരക്ഷരം പോലും തൊടാൻ സാധിച്ചില്ല. പുറമേ അയിമ്മത്തുകളുടെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു, തൊടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇടക്ക് തട്ടിപ്പ് നടത്താൻ വേണ്ടി വിഷയവുമായി ബന്ധമില്ലാത്ത നമ്മുടെ വിഷയം എന്താ വളരെ വ്യക്തമാണ്. വാദത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ആളുകൾ, അമ്പിയാക്കൽ, ഔലിയാക്കൽ, അവരോട് സഹായം തേടൽ അത് ശിർക്കല്ല. ഇമാമിങ്ങൾ ചെയ്തതിനാൽ അത് ശിർക്കല്ല, ചെയ്യാമെന്ന് പറഞ്ഞതിനാൽ അത് ശിർക്കല്ല. പക്ഷെ വിഷയവുമായി ബന്ധമില്ലാത്ത ഏതോ രണ്ട് കിതാബുകൾ ഉദ്ധരിച്ചു. നമ്മുടെ വിഷയമായിട്ട് ഒരു ബന്ധവുമില്ല, വിഷയത്തിന്റെ പുറത്താണ്, നമ്മുടെ വ്യവസ്ഥക്ക് പുറത്താ. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് രണ്ട് കിതാബ് ഞങ്ങൾ ചോദിച്ചു. എന്തിനാണറിയോ? ഇവർ കിതാബിൽ കള്ളക്കടത്ത് നടത്തുന്നവരാ. ഇമാം സുയൂത്തി റളിയല്ലാഹുവിന്റെ കിതാബിൽ അൽ-അംറു ബിൽ ഇത്തിബാഇൽ കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ചോദ്യത്തിന് സമയത്ത് വരും. ഒരുപാട് കള്ളക്കടത്തുകൾ ഇവർ നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് വാങ്ങിയതും അതിന് കൃത്യമായി മറുപടി പറഞ്ഞതും. പിന്നെ ഇവർക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയമായിട്ട് ചോദ്യം ചോദിക്കാനേ അറിയുന്നില്ല. നമ്മുടെ വിഷയം എന്താ? മരിച്ചുപോയ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളോട് അവരോട് സഹായം തേടാൻ പറ്റുമോ പറ്റൂലേ? ഒറ്റ ചോദ്യം പോലും ചോദിച്ചിട്ടുണ്ടോ 10 അവസരത്തിൽ? ആ വിഷയത്തിൽ ഒരു ചോദ്യം പോലും ചോദിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ പണ്ട് വാദം എഴുതുമ്പോൾ തന്നെ വാദം എഴുതാനും അറിയില്ല, കളി എന്താണെന്ന് അറിയില്ല, സാലിബ് കുല്ലി എന്താണ്, മുജബ് ജുസി എന്താണെന്ന് പോലും അറിയാത്ത കൗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതിന്നായിരിക്കട്ടെ, എൻ്റെ ഒന്നാമത്തെ ചോദ്യം ദുആ, പ്രാർത്ഥന. ഈ ദുആ എന്നതിൻ്റെ നിർവചനം, താരീഫ് എന്താണ്? ദുആഇന്റെ നിർവചനം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അരികിൽ യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉം മിൻ അകമി എന്ന് പറയുന്ന ബൈത്ത്, അത് ചൊല്ലിയാൽ ആ ചൊല്ലിയവന്റെ വിധി എന്താണ്? മുശ്രിക്കാണോ കാഫറാണോ? യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലുമുഹു എന്ന് റസൂലുള്ളാഹിന്റെ ആ റൗദ ഷരീഫിന്റെ അടുക്ക് പറഞ്ഞാൽ അവൻ കാഫറാണോ മുശ്രിക്കാണോ? എന്താണ് അതിന്റെ വിധി? അപ്പോൾ വളരെ കൃത്യമായി രണ്ട് ചോദ്യം. ഇൻഷാ അല്ലാഹ് ബാക്കി ചോദ്യങ്ങൾ വരും. പിന്നെ ഒന്നാമത്തെ ചോദ്യം ദുആ ഒരുപാട് മാറ്റം നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പറഞ്ഞു മനുഷ്യ കഴിവിന് അതീതമായത്, പിന്നെ പറഞ്ഞു സൃഷ്ടികളുടെ കഴിവിന് അതീതമായത്, പിന്നെ ഒരിക്കൽ പറയുന്നു മറഞ്ഞ വഴി, പിന്നെ ഒരിക്കൽ പറഞ്ഞു അഭൗതികം, പിന്നെ ഒരിക്കൽ പറഞ്ഞു കാര്യകാരണ ബന്ധത്തിന് അതീതം. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ തൗഹീദ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഞങ്ങളുടെ 10 ചോദ്യത്തിനും മറുപടി കിട്ടിയിട്ടില്ല. എന്നിട്ട് ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നല്ല ചോദ്യം ചോദിക്കേ. എന്താ ഈ ചോദ്യത്തെ കുറ്റം പറയുക? ഏത് ഈ ചില കുട്ടികൾ പറയാറുണ്ട്, ഈ ക്ലാസ് എക്സാം ഒക്കെ വെക്കുമ്പോൾ പറയാറുണ്ട്, ഉസ്താദേ എളുപ്പമുള്ള ചോദ്യമൊക്കെ ചോദിക്കണേ, ഞാൻ പഠിച്ചതിന്ന് ചോദിക്കണേ. എന്താ നിങ്ങളെന്താ വിചാരിച്ചത്? കുറെ മൗലൂദ് ഓതുക, ഇതെന്താ മൗലായെ വിളിക്കാനാണ്? നിങ്ങളെ പള്ളിയിൽ നിന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഇത് സംവാദമാണ് തോക്ക മുസ്ലിയാരെ. നിങ്ങൾക്ക് ഇതുവരെ അതിൻ്റെ കിതാബും തിരിയുന്നില്ല, ഇമാമിങ്ങളെയും തിരിയുന്നില്ല. ഞങ്ങളുടെ വാദത്തിലില്ലാത്ത വിഷയം എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഹൈ അൽ-ലഖ്നവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഉദ്ധരിച്ച്, ഇൻഷാ അല്ലാഹ് അത് കണ്ടല്ലോ എല്ലാവരും, എന്താണ് എന്നത് നിങ്ങളുടെ വാദത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞതാണ്. ഓരോ വരി ഞാനിവിടെ അർത്ഥം വെച്ച് കാണിച്ചു, കേൾപ്പിച്ചു. വിദൂരത്ത് നിന്നും അടുത്ത് നിന്നും മരിച്ചവർ കേൾക്കുമെന്ന വിശ്വാസം അത് കുഫ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉടനെ സക്കരിയ സലാഹിനെ പോലെ ആക്കി തള്ളി. അപ്പോൾ അലവി സഖാഫിയുടെ മതഗ്രന്ഥങ്ങളിലെ തിരുമറികൾ എടുത്തിട്ട് വിശദീകരിച്ചു, ഇതാ അലവി സഖാഫി മഹത്വപ്പെടുത്തിയെന്ന്. ഇപ്പം പറയാ വഹാബികൾ കിതാബിൽ തിരുമറി നടത്തി, അൽ-അംറു ബിൽ ഇത്തിബാഇലൊക്കെ തിരുമറി നടത്തി. അങ്ങോട്ടേക്ക് പോകാനാ പാവം ശ്രമിക്കുന്നത്. ഒരു നോട്ട് പഠിച്ചിട്ട് വന്നിട്ടുണ്ട്, ആ പഠിച്ചതിനനുസരിച്ച് ഞാൻ മറുപടി പറയും, ഞാൻ അതനുസരിച്ച് ചോദ്യം ചോദിക്കും, അതനുസരിച്ച് ഞാനിങ്ങനെ പോകും. ലാ തജഅലു ദുആ റസൂലി ബൈനക്കും. ഇനി കേട്ടോ,
നിങ്ങൾ ഇനി ഉദ്ധരിക്കുക, ഓരോന്ന് ആയത്ത് ഉദ്ധരിക്കുക, ഹദീസ് ഉദ്ധരിക്കുക, സലഫുകളെ ഉദ്ധരിക്കുക. ഞങ്ങൾ എണ്ണി നിങ്ങൾക്ക് മറുപടി പറയും. ഇനി ധൈര്യത്തിൽ ഉദ്ധരിക്കുക. ഇനി നിങ്ങൾ ഒന്നും ഉദ്ധരിക്കുക പോലുമില്ല. ചോദ്യത്തിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട അവസരത്തിൽ നിങ്ങൾ ഉദ്ധരിച്ചതൊന്നും നിങ്ങൾ ഉദ്ധരിക്കുകയില്ല. അതുകൊണ്ട് ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബാലികും ബാല. നമ്മൾ വിളിക്കാറുണ്ട് എന്ത്? തോക്കെ. അപ്പോൾ ബഹുമാനിക്കേണ്ട ആളുകളാണെങ്കിൽ, തോക്കേടെ കാര്യമില്ല, ബഹുമാനിക്കേണ്ട ആളുകളാണെങ്കിൽ നമ്മൾ പറയും. ഇപ്പം സുഹൈലിക്ക എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ബഷീർക്ക്, ഇവരൊക്കെ അങ്ങനെയാണ്. നമ്മൾ തങ്ങൾ ഷബീർ എന്നൊക്കെ വിളിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുണ്ട് കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുണ്ട്. നിങ്ങളെ വാദം ഞങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുണ്ട്. കണ്ട, ഇതൊക്കെ മനസ്സിലാക്കണം. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കൗമ പോലും ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ ഏതായിരുന്നാലും അപ്പോൾ റെസ്പെക്റ്റ് ചെയ്ത് ബഹുമാനിച്ച് ഞങ്ങൾ വിളിക്കാറുണ്ട്. സാർ എന്നൊക്കെ പോലെ. റസൂല് നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടയാളാണ്. ആ റസൂലിനെ വിളിക്കുമ്പം മുഹമ്മദേ എന്ന് വിളിക്കാൻ പാടില്ല. യബ്ന അബ്ദില്ല, അബ്ദുല്ലാന്റെ മോനെ ഇവിടെ വാ, അത് പാടില്ല. മറിച്ച് ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബാലികും ബാല, തോക്കെ മല്ലി എന്ന് വിളിക്കുന്നത് പോലെ നിങ്ങൾ വിളിക്കരുത്. മറിച്ച് റസൂലിനെ വിളിക്കുമ്പോൾ യാ റസൂലല്ലാഹ്, നമ്മൾ അവിടുന്ന് നബിയെ യാ റസൂലല്ലാഹ് താഴ്മയോട്, അത് ആയത്തിൽ ഉദ്ധരണം. അല്ലാതെ നബിയെ എൻ്റെ പാപം പൊറുക്കേടേ, എനിക്ക് മക്കളെ തരണേ എന്ന ആയത്തിൽ വിശദീകരിച്ച് ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഉദ്ധരിച്ച് ചോദിക്കുക. പിന്നെ ഇമ്മണി വലിയ ചോദ്യമായിട്ട് ചോദിച്ചത് ദുആഇൻ്റെ നിർവചനം എന്താണെന്നല്ലേ. ഒന്ന് ദുആഇൻ്റെ നിർവചനം വിഷയമല്ല, എന്നാൽ പോലും ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി പറയാം. എന്നാൽ പോലും നിങ്ങളിപ്പോൾ ചോദിക്കണം ഓരോന്ന്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെപ്പോലത്തെ അടിമകളാണ്. ഫദ്ഊഹും ഫലസ്തജീബൂ ലക്കും, ഓരെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്ക്, നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് നോക്കട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യ അവസരത്തിൽ ചോദിച്ചത്. കാന്തപുരത്തെ വിളിച്ചോ, പ്രാർത്ഥിച്ചോ, ഉത്തരം ചെയ്തോ? ഇല്ല. ഞങ്ങൾ ചോദിച്ചു എന്നാ പോട്ടെ ഒരു ഡിസ്കൗണ്ട് തരാം, കാന്തപുരം വേണ്ട, ഡെഡായി പോയ ഏതെങ്കിലും നിങ്ങളുടെ ശൈഖന്മാരുണ്ടല്ലോ ഓരെ വിളിച്ചോ, വന്നോ, സഹായിച്ചോ? ഇല്ല. മറിച്ച് ബബ്ബ ഞങ്ങളെ കൂട്ടത്തിൽ തങ്ങളുണ്ട്. എപ്പോഴാണ് നിങ്ങൾക്ക് തങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്? തങ്ങളെ പരമ്പര മുറിഞ്ഞു. ഈ കാലഘട്ടത്തിൽ തങ്ങളില്ല എന്ന് പറയുന്ന ആളിപ്പോ പറയും ഞങ്ങളെ കൂട്ടത്തിൽ തങ്ങളുണ്ട്. പോട്ടത്തരം നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. ഏതിരുന്നാലിരിക്കട്ടെ, റസൂലുള്ളാനെ ലാ തജ്അലൂ ദുആ റസൂൽ എന്ന് പറഞ്ഞത് എന്താ? തോക്കേന്ന് വിളിച്ച മാതിരി. അങ്ങനെയാണോ? കേട്ടോ, ഇത് ആരെ തഫ്സീറ? റൂഹുൽ മാനി പിടിച്ചോ. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം വല്ലാഹിറു റസൂലുള്ളാഹിനെ സഹായം തേടുന്നത് അത് ഇപ്പോഴും നിലനിൽക്കുന്നു. ബഅദ വഫാത്തിഹി, അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഇലൽ ആൻ, ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ കാലഘട്ടത്തിലും തോക്കാന്ന് വിളിച്ച മാതിരി റസൂൽ എന്നാ വിളിക്കല്. എവിടുന്നായി കിട്ടിയത്? ഇപ്പോഴും റസൂൽ എന്നാ വിളിക്കത്, യാ മുഹമ്മദ് അങ്ങനെ വിളിക്കല്. അപ്പോ ഇന്നും നിലനിൽക്കുന്നു. റൂഹുൽ മാനി നോക്കിക്കോ, ഇസ്തിംറാറു ദാലിക ബഅദ വഫാത്തിഹി ഇലൽ ആൻ, ഇപ്പോഴും റസൂലുള്ളാഹിനെ വിളിക്കാം. എങ്ങനെ വിളിക്കണം? യാ റസൂലല്ലാഹ്. അപ്പോ എന്റെ ചോദ്യത്തിന് ഇതുവരെ മറുപടി തൊട്ടിട്ടില്ല. ദുആഇന്റെ നിർവചനം പറഞ്ഞിട്ടില്ല. യാ ഖൈറ മൻ ദുഫിനത് എന്ന ആ പാചകം പറഞ്ഞാൽ മുശ്രിക്കാകുമോ എന്ന ചോദ്യം തൊട്ടിട്ടില്ല. പിന്നെ വേറെന്തൊക്കെ പൊട്ടത്തരം പറയാണ് ഇവിടെ വന്ന്, വേറെന്തൊക്കെ തൊട്ടംപുര പറയാണ്. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. എന്റെ ചോദ്യം എന്താ? ദുആഇന്റെ നിർവചനം, ദുആഇന്റെ തഅരീഫ് പറയണം. ഒന്ന്. രണ്ടാമത്, ഹബീബായ നബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ലമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു എന്ന് പറഞ്ഞാൽ മുശ്രിക്കാകുമോ, കാഫിറാകുമോ? മറുപടി പറയണം. റസൂലുള്ളാഹിന്റെ റൗള ഷരീഫിന്റെ അടുക്കൽ പറഞ്ഞാൽ മുശ്രിക്കും കാഫിറാകുമോ? ചോദ്യം തൊട്ടിട്ടില്ല. ലാ തജ്അലൂ ദുആ റസൂലി, ഞാൻ പറഞ്ഞു ഇസ്തിംറാറു ദാലിക ബഅദ വഫാത്തിഹി, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം സഹായം തേടപ്പെടണം. ഇലൽ ആൻ, ഇപ്പോഴും തേടണം. അല്ലേ പറയുന്നത് വഅയ്യുസവദ, റസൂലുള്ളാഹിയോട് സഹായം തേടാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്ന് ഇബ്നു അബി ഹാത്തിം റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, റൂഹുൽ മാനിൽ പറഞ്ഞു ഇപ്പോഴും അത് നിലനിൽക്കുന്നു. നിങ്ങൾ എങ്ങനെയാ ഇപ്പോൾ റസൂൽ എന്നാ വിളിക്കല്?
നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റൂല. അത്തഹിയാത്തിന്റെ അർത്ഥം കൊടുത്തിട്ട് യാ റസൂൽ അയ്യുഹൻ നബിയുടെ അർത്ഥം കൊടുക്കാതെ എഴുതിയവരാ നിങ്ങൾ. ഞങ്ങളെ കയ്യിൽ പുസ്തകം കൊണ്ടിരിക്കട്ടെ. ഏതിരുന്നാലും യാ തോക്കേന്ന് വിളിച്ച മാതിരി ആ റസൂലുള്ളാഹിനെ വിളിക്കല്. സുബ്ഹാനല്ലാഹ്. എന്നാ പിന്നെ വിളിച്ചോ, റസൂലുള്ളാഹിനെ വിളിച്ചോ. ഞാൻ നിങ്ങൾ വിളിച്ച മാതിരി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചോ, ഇവിടെ വിളിച്ചോ. യാ ഹബീബല്ലാഹ് എന്ന് വിളിച്ചോ. നിങ്ങളെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യിപ്പിക്കുകയാണ് നിങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇല്ല എന്ന് പറ. അങ്ങനെ റൂഹുൽ മാനിയിൽ ഇല്ലേ? റൂഹുൽ മാനി തഫ്സീർ ഇല്ല എന്ന് പറ. ഇന്നും നിലനിൽക്കുന്നു. ഇലൽ ആൻ വഫാത്തായി പോയ നബിയെ വിളിക്കാം. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. കിതാബ് അപ്പുറം ഇപ്പുറം ഓതി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് തോക്കേ. എന്താണ് ബഅദ വഫാത്തിഹിന്നുണ്ട്, വഫാത്തിന് ശേഷമെന്നുണ്ട്. വലിയ കാര്യമായി പോയി. റസൂല് വഫാത്തായതിനു ശേഷമാണ് റസൂലിനോട് എന്ത് പറയല്? അത്തഹിയാത്തിൽ നമ്മൾ സലാം പറയും, റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് കിതാബ്. നബിയെ താങ്കൾ നബിയെ വിളിക്കും, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, നബിക്ക് രക്ഷയുണ്ടാവണേ, സമാധാനം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹിനോട്. നബിയോടല്ല കേട്ടോ. നിങ്ങൾക്ക് അവിടെയാ തെറ്റിയത്. അല്ല ഇംതാ എടുത്തു. നിങ്ങൾക്ക് അവിടെയാ തെറ്റിയത്. മനസ്സിലാകുന്നുണ്ടാ? അപ്പൊ ബഅദ വഫാത്തിയും അത്തഹിയാത്തില് അയ്യുഹൻ നബിയു എന്ന് പറയുന്നതിന് പകരം യാ മുഹമ്മദ് ഓതാ പറയാൻ പാടില്ല. ആ റൂഹുൽ മാനി. ഇനി റൂഹുൽ മാനി ഇപ്പൊ എടുക്കുന്നുണ്ട്. ഇസ്തിഗാസയെ പച്ചയ്ക്ക് എതിർത്തിട്ടുണ്ട്. സാക്ഷാൽ അലവി സഖാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം ആലൂസി അദ്ദേഹം പറയുകയാണ്, അമ്മാ ഇദാ കാനൽ മത്ലൂബു മിൻഹു മയ്യിതൻ ഔ ഗായിബ ഫലാ യസ്തരീബു ആലിമുൻ അന്നഹു ഗൈറു ജായിസ്. ഏയ് ഇങ്ങോട്ട് കേക്ക്, ശ്രദ്ധിച്ച് കേട്ടോ. എന്ത് മയ്യത്തിനോടും ഗായിബിനോടും എന്തെങ്കിലും തേടുന്നുണ്ട് എങ്കിൽ തേടപ്പെടുന്നത് ജായിസാണ് എന്ന് ഒരൊറ്റ പണ്ഡിതനും പറയൂല. റൂഹുൽ മാനി കിതാബെടുക്കത്ത് കാണിച്ചു തരാം. ഇതാ പറഞ്ഞത് അപ്പുറം ഇപ്പുറം ഓതി പഠിക്കണമെന്ന്. ഇനി അമ്മൽ ബിദ്അല്ലതി ലം യഫഅൽഹാ അഹദും മിനസ് സലഫ്. സലഫികളിൽ നിന്നും ഒരൊറ്റ. അതുകൊണ്ട് നിങ്ങളോട് സലഫിനെ ഉദ്ധരിക്കാൻ പറഞ്ഞത്. ഇദ്ദേഹം ഖലഫിൽ ഖലഫാണ്. നിങ്ങൾ സലഫ് എവിടെ? സലഫ് എവിടെ മക്കളെ? വ്യവസ്ഥയിൽ എഴുതി നിങ്ങള് സലഫുകളെ കൊണ്ടുവരുമെന്ന്. എന്നിട്ട് എവിടെ? അപ്പൊ നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഖബറാളികൾക്ക് പ്രാർത്ഥിക്കാറുണ്ട്. എന്ത്? അസ്സലാമു അലൈക യാ അഹ്ല ദിയാരി മിനൽ മുഅ്മിനീൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കില്ല. അപ്പൊ നബിയോട് വഫാത്തിന് ശേഷമാണെങ്കിലും യാ മുഹമ്മദ്, നബി തങ്ങൾക്ക് ഓ ഈ മുഹമ്മദ് എന്നിത്യാദി പ്രയോഗം പാടില്ല എന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് മക്കളെ ചോദിക്കാതെ തെളിവില്ല. നിങ്ങൾക്ക് കുട്ടികളെ ചോദിക്കാതെ തെളിവില്ല. ഉണ്ടെങ്കിൽ വായിക്കണം. പ്രിൻസ് തഫ്സീർ തബരി പോലും കയ്യിലില്ല. വല്ലാത്ത അവസ്ഥ തന്നെ. ഇനി ദുആയുടെ നിർവചനം. ഇനി ദുആഇന്റെ നിർവചനമല്ലേ ചോദ്യം. കേട്ടോ, ഇബാദുൻ അംസാലുക്കും ഫദ്ഉഹും. എന്താ അർത്ഥം? നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക. ഫല്ലസ്തജീബു ലക്കും. അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്ന് നോക്കട്ടെ. ഉത്തരം ചെയ്യാൻ കഴിയാത്ത പടപ്പുകളോട് പ്രാർത്ഥിക്കൽ അത് ശിർക്കാണ്. അതാണ് സുന്നുല്ലാഹിൽ ഹലബി അൽ ഹനഫി പറഞ്ഞത്. അതുപോലെ തന്നെ വായിക്കാം. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെ അല്ലംറു ബിൽ ഇത്തിബാഇന്റെ കോപ്പി പേസ്റ്റ് പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോകാനാണ് നോക്കുന്നത്. അലവി സഖാഫി ഇബ്നു കതീർ റഹിമഹുല്ലയുടെ പേരിൽ പച്ചക്കളവ്, കിതാബിൽ കളവ് നടത്തിയത് ഞങ്ങൾ ഇവിടെ വായിക്കും. നിങ്ങളുടെ അലവി സഖാഫി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തവസ്സുൽ ഇസ്തിഗാസ, ചരിത്രത്തോട് നേർക്കുനേർ. ഒരിടത്തുനിന്ന് ഇത് കോപ്പി അടിച്ചതാ, അല്ലാതെ അലവി ഇത് കണ്ടിട്ടൊന്നുമല്ല. അലവിക്ക് ഇത് ആര് കൊടുത്ത നോട്ടാന്ന് വരെ ഞങ്ങൾക്കറിയാം. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് ഹസൻ സഖാഫി പറഞ്ഞില്ലേ? അപ്പം മക്കളെ, നിങ്ങൾ കോപ്പി പേസ്റ്റും കട്ട കഥയൊന്നും ഇവിടെ പറയണ്ട. അപ്പോൾ ദുആഇന്റെ നിർവചനം. പിന്നെ കാഫിറാണോ മുശ്രിക്കാണോ എന്ന്, നിങ്ങൾ കാഫിറാണെന്ന് അബ്ദുൽ ഹയ്യ ലക്നവി പറയുന്നു. നിങ്ങളുടെ വിശ്വാസം കുഫറാണെന്ന് അബ്ദുൽ ഹയ്യ ലക്നവി പറയുന്നു. എന്തേ നിങ്ങൾ തൊടാത്തത്? അത് അല്ലാഹ്ക്ക് മാത്രം പ്രത്യേകമാണെന്ന് പറയുന്നു. തൊടുന്നില്ല. അപ്പൊ നിങ്ങൾ കാഫിറാണെന്ന് നിങ്ങളെ ഇമാമിങ്ങൾ പറയുക, ഞങ്ങളല്ല. നിങ്ങളുടെ ഇമാമിങ്ങൾ ആ പറഞ്ഞത് ഉൾക്കൊള്ളുന്നോ ഇല്ലയോ എന്ന് 10 അവസരത്തിൽ ചോദിച്ചപ്പോഴും മൗലായ സല്ലി വസല്ലിം. എന്താ ചോദ്യം? എന്താ മറുപടി? അതാ പറഞ്ഞത്. ഇനി ലാ തജഅലു ദുആ റസൂലി ബൈനക്കും. നിങ്ങൾ വിചാരിച്ച ഒരു പുതിയ ആയത്തിറക്കി ഞങ്ങൾ ഞെട്ടി. എന്താ പറഞ്ഞത്? ലാ തജഅലു ദുആ റസൂലി എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക എന്ന് പറയല. ആരാ പറഞ്ഞത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിനെ വിളിക്കല. എനിക്ക് കേട്ടോ എന്താ അതിലുള്ളത്?
ഇമാം തബറാനിയുടെ തഫ്സീർ കേട്ടോ. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. ഐ ഉദ്ഉ, റസൂലുള്ളാഹിനെ വിളിച്ചോന്നാ, റസൂലുള്ളാഹിനെ വിളിച്ചോന്നാ പറയുന്നത്. റസൂൽ എന്താ അല്ലാത്തവർ വിളിക്കാൻ പാടില്ലെന്നാ. ഇന്നല്ലദീന തദൂന എന്താ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇബാദുൻ അംസാലിക്കും, ഇബാദുൻ അംസാലിക്കും എന്ന് പറഞ്ഞല്ലോ. എന്താ ആ പേര്? ഇന്നല്ലദീന തദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം. അല്ലാത്ത നിങ്ങൾ വിളിക്കുന്നവർ നരകത്തിന്റെ വിറകാണെന്നാ ഖുർആൻ പറഞ്ഞത്. എന്നാ അമ്പിയാക്കൾ നരകത്തിന്റെ വിറകാ? അമ്പിയാക്കൾ നരകത്തിന്റെ വിറകാണോ? ഇനി കേട്ടോ നിങ്ങള്, ഇമാം തബറാനി പറഞ്ഞു റസൂലുള്ളാഹിനെ വിളിച്ചോ. തീർന്നില്ല കേട്ടോ. ഇതാരുടെ കിതാബാ? ബഹുമാനപ്പെട്ട ഇമാം ത്വബരി റളിയല്ലാഹുവിന്റെ കിതാബ്. ഇമാം ത്വബരി എന്താ അയ്യുഹന്നാസ് എന്ന് പറയാ? എന്താ അയ്യുഹൻ നബി എന്ന് പറയാനാണോ പറഞ്ഞത്? അല്ല, അമറഹും, ജനങ്ങളോട് കൽപ്പിച്ചു അയ്യദുഉ, റസൂലുള്ളാഹിനെ വിളിക്കാൻ. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, വഫാത്തായി പോയ നബിനെ വിളിക്കാൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല. അത്തയ്യാത്തിൽ അല്ലാഹ് അസ്സലാമു അലൈക്കയാണോ? ആര് പറഞ്ഞു? ഏത് കിതാബിൽ പറഞ്ഞു? ബഹുമാനപ്പെട്ട ഇമാം ത്വബരി പറഞ്ഞു അമറഹും അയ്യദു യാ റസൂലല്ലാഹ്, റസൂലാ, ഓ നബിയേ, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാൻ പടച്ചവൻ കൽപ്പിച്ചു. ഇത് നിലനിൽക്കുന്നുണ്ട് ബഅദ വഫാത്തിഹി ഇലൽ ആൻ, അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റൂഹുൽ മആനി എന്റെ ചോദ്യത്തിന് തൊട്ടിട്ടില്ല കേട്ടോ. ദുആന്റെ നിർവചനം പറഞ്ഞില്ല. അതുപോലെ യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖായഅലുമുഹു, തൊടാൻ സാധിച്ചില്ല. ഇപ്പൊ തൊടാതിരിക്കുമ്പോ സാധിക്കാതിരിക്കുമ്പോ വേറെ ആൾ കുത്ത നിന്നിരിക്കുക. അയാൾക്ക് ഏതായാലും കഴിയുന്നില്ല. സാധു ഇരുന്നു ഇപ്പൊ വേറെ ആൾ മൂപ്പര് എണീച്ച് നിൽക്കാണ്. ഏതിരുന്നാലിരിക്കട്ടെ, നിങ്ങളൊന്ന് എണീച്ച് നിന്നോളൂ, ഞങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കാം. നിങ്ങൾ ദുബായിൽ നിന്ന് വന്നത് ടിക്കറ്റ് വെറുതെയായി. ഈ മംഗലാപുരത്ത് ഒന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇസ്തിഗാസ ചെയ്യിപ്പിച്ചിട്ടേ നിങ്ങൾ അയക്കുള്ളൂ. ദുആഇന്റെ നിർവചനം പറ, ദുആഇന്റെ നിർവചനം പറ. യാ ഖൈറ മൻ ദുഫിനത എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചാൽ ശിർക്കാണോ എന്ന് പറ. എന്താണ് മറുപടി? തൊട്ടിട്ടുണ്ടോ? പിന്നെ അബ്ദുൽ ഹയ്യി കാന്തലവി, അയാൾ നമ്മൾ ആശയക്കാരനല്ല. പിന്നെ അലവി സഖാബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇബ്നു തൈമിയ ഉദ്ധരിക്കാറില്ലേ, ഇബ്നു ഖയ്യിം ഉദ്ധരിക്കാറില്ലേ, സക്കരിയ പോലെ ഉദ്ധരിക്കാറില്ലേ, അതുപോലെ തന്നെ പിന്നെ ജബ്ബാർ പോലെ ഉദ്ധരിക്കാറില്ലേ. ആ കൂട്ടത്തിൽ നമ്മൾ ഉദ്ധരിച്ചു എന്നല്ലാതെ ഞങ്ങൾക്ക് അയാൾ വേണ്ട ആളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അയാൾ കിതാബ് ഉദ്ധരിക്കണ്ട. അതിനേക്കാൾ സക്കരിയ സ്വലാഹി എഴുതി ഉദ്ധരിച്ചോ. ഞങ്ങൾക്ക് ഇമാമിങ്ങൾ കിതാബാണ്, ഇമാമിങ്ങൾ കിതാബാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് ചോദ്യം മറുപടി പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ അഇന്നി വലാ തുഅൻ അലയ്യ വംകുർ ലി വലാ തംകുർ അലയ്യ വൻസുർനി അലാ മൻ ബഗാ അലയ്യ. അല്ലാഹുമ്മ സബ്ബിത് ഹുജ്ജതി വഹ്ദി ഖൽബി വസദ്ദിൽ ലിസാനി വസ്ലു സഹീമ സദ്രി. ആദ്യമായി മദ്രസൻ തഫ്സീർ തബറാനിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം വിളിക്കാം, സഹായം ചോദിക്കാം എന്നുണ്ടെങ്കിൽ കാണിക്കാം. രണ്ടാമത് റൂഹുൽ മആനിയിൽ ഇമാം ആലൂസി റഹിമഹുല്ലാ ഇസ്തിഗാസയ്ക്ക് വേണ്ടി എതിർത്ത പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്തിഗാസ ചെയ്യാൻ ഈ ആയത്ത് തെളിവാണെന്ന് പറഞ്ഞ കാര്യം കാണിക്കുക. ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് കാണിക്കുക, ഈ മംഗലാപുരത്ത് വെച്ച് കാണിക്കണം. ഇസ്തിഗാസ എതിർത്ത ആലൂസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യാൻ റൂഹുൽ മആനിൽ ഒരു വരി ഇൻഷാ അല്ലാഹ് തെളിയിക്കുക. സഹായം ചോദിക്കാൻ ആ ആയത്തിലുണ്ടോന്നല്ലേ? ഞങ്ങൾക്ക് റൂഹുൽ മആനി മാത്രം പ്രമാണമല്ല. ഞങ്ങൾ ഇബ്നു കസീർ തഫ്സീറിൽ അത് കാണിച്ചു തരണം. അത് നമുക്ക് കാണിച്ചു തരണം. കേട്ടോ?
സഹായം ചോദിക്കാന്ന് പറഞ്ഞെടുക്കുക. രണ്ടും വേണം. നിങ്ങൾ അങ്ങനെ പോകും. ഇവിടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ഇവിടെ സലഫി ഭാഗത്തുനിന്ന് ഇവിടേക്ക് ആവശ്യപ്പെട്ട തഫ്സീർ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് അതിലുണ്ട് എന്നാണ്. ശരി, അവർ പറഞ്ഞത് ഇസ്തിഹാസ ചെയ്യാനുള്ള തെളിവുണ്ട് എന്ന് പറഞ്ഞു എന്നാണ്, വിളിച്ചു എന്നാണ്. അത് കാണിച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് തീരുമാനിക്കും. അതൊക്കെ ക്യാമറയിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ പറയില്ല. ഇവിടെ വലിയ കാര്യമായിട്ട് ഇവർ കിതാബിൽ നടത്തുന്ന പച്ചയായ കളവള. ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് കിതാബ് ചോദിക്കുന്നതെന്ന് അറിയാവോ? അലങ്കാരം, അതിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചില്ല. എന്താ റൂഹുൽ മാനിയിലുള്ളത്? ഇവിടെ ഞങ്ങൾ പറഞ്ഞു, മയ്യത്തിനോടും ഗായിബിനോടും അവരോട് എന്തെങ്കിലും ആവശ്യപ്പെടുക, സഹായാർത്ഥന നടത്തുക എന്നത് ജായിസാണ് എന്ന് ഒരൊറ്റ ആലിമും പറയൂല, ജാഹിലെ പറയുള്ളൂ എന്ന് റൂഹുൽ മാനിയിൽ ആലൂസി. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ എന്താ അതിൻ്റെ ഉദ്ദേശം. വല്ലാഹിറു ഇസ്തിംറാറു ദാലിക ബഅദ വഫാതിഹി ഇലൽ ആൻ. ഈ പറഞ്ഞ നിയമം ഇന്നും ബാധകമാണ്. എന്ത് നബിയെ അതിനുശേഷം പച്ച കളവ ഇവിടെ നടത്തിയത്. നോക്കിക്കോ, പച്ച കളവ് എന്താണ്? ഇബ്നെ അബ്ദില്ല എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. ഇവിടെ ലാ തജാലു ദുആ റസൂൽ ഓതിയിട്ട് എന്താ ഉദ്ദേശം നമ്മൾ പറഞ്ഞു. അബ്ദുല്ലാന്റെ മോനെ എന്നൊന്നും വിളിക്കാൻ പാടില്ല, അത്ര തന്നെ ഉള്ളൂ. ഇതെടുത്തിട്ട് ഇതാ ബഅദ വഫാതിഹിം, അവിടെയും ബാധകമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ കാണിക്കേണ്ട എന്താണ്? ഇതിൽ നിന്ന് റസൂലിനോട് ഇസ്തിഗാസ. എവിടെ കാണിക്ക്? നിങ്ങൾ വായിക്ക്, ധൈര്യമുണ്ടെങ്കിൽ വായിക്ക്. നിങ്ങൾ തന്ന കിതാബിൽ നിന്ന് നിങ്ങൾ വായിക്കണം. മധ്യസ്ഥൻ കിതാബ് കൊടുക്കും അവർക്ക്. രണ്ടാമത്തത് തബറാനിയിൽ നിന്നും ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് വന്നത് കേട്ടോ. ഇത് കിതാബൊന്നുമല്ല, ചട്ടയിട്ടിട്ട് പൊതിഞ്ഞ് കൊണ്ടുവന്ന സാധനമാണ് ഫോട്ടോ കോപ്പി. ഇതിൽ നിന്ന് നിങ്ങൾ ഇസ്തിഗാസ കാണിക്കണം. ഇനി എന്താണ്? ബിൽ ഖുദൂഇ വത്തഅലീം. എന്താ? റെസ്പെക്റ്റോട് കൂടി, ബഹുമാനത്തോടു കൂടി, അതുപോലെ തന്നെ വിനയത്തോടു കൂടിയാ, അല്ലാതെ തോക്കേന്ന് ബഹുമാനമില്ലാതെ വിളിക്കലല്ല. വഖൂലു യാ റസൂലല്ലാ, യാ നബിയല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ നബിയേ, ഫീ ലീനിൻ വതവാദുഇൻ വഖഫ്ളി സൗത്തിൻ. ശബ്ദം കുറച്ച് ബഹുമാനത്തോടെ വിനയത്തോടെ ചോദിക്കാൻ വേണ്ടത്. ലോ ലോ ഹേ ഹു ഒക്കെ വിളിയില്ലേ, അതൊന്നും പാടില്ല എന്നും കൂടി. ഇപ്പോൾ നിങ്ങൾ തന്ന തഫ്സീർ നിങ്ങൾക്കെതിര്, നിങ്ങൾക്ക് തന്നെ എതിര് മക്കളെ. ഇനി എന്ത് വേണം തോക്കെ സഖാബി? വെറുതെ ആയിപ്പോയില്ലേ? എന്തൊക്കെയായിരുന്നു? നിങ്ങളെ കോടി പോയി, നിങ്ങളുടെ സ്ഥാപനം പോയി. നിങ്ങളെ മധ്യസ്ഥന്മാർ ആ പ്രമാണമൊക്കെ ഒന്ന് വാങ്ങിത്തരണം കേട്ടോ. ഇവിടെ ഇമാമിങ്ങൾ ശിർക്കാണ് എന്ന് പറഞ്ഞത് ഞങ്ങളിവിടെ കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്ന വലാ തഖൂലു യാ മുഹമ്മദ് എന്ന് നിങ്ങൾ വിളിക്കരുത്. യാ അബുൽ ഖാസിം എന്ന് വിളിക്കരുത്. പരസ്പരം നിങ്ങളൊക്കെ പേര് വിളിക്കാറില്ലേ? അങ്ങനെ വിളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വാദമുണ്ടോ റസൂലിനോട് ഇസ്തിഗാസ നടത്തുമ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിക്കാന്ന്? പച്ചയായ ദുർവ്യാഖ്യാനം ഇതാണ്.
ഖാരി റഹിമഹുല്ല പറഞ്ഞത് അന്നഹാ ഉലായി യുസദ്ദിഖൂന ബിൽ അഹാദീസിൽ മക്ദൂബത്തി സ്വരീഹ, വ്യക്തമായ കള്ള ഹദീസുകളെ വാസ്തവീകരിക്കുന്നവരാണിവർ. ആര്? നിങ്ങള്. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളെ കോട്ടിമാറ്റി അവതരിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ഇതൊക്കെ നിങ്ങള് വലിയ ഷെയ്ഖായി പരിചയപ്പെടുത്തുന്ന നിങ്ങളെ ഇമാമിങ്ങളാ. അപ്പൊ കിതാബിൽ എന്താണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതിൽ ഇസ്തിഗാസല്ല, റസൂലുള്ളാഹിനെ വിളിക്കാൻ മാത്രമേ ഉള്ളൂ. എന്നാ വിളിച്ചോ, റസൂലുള്ളാഹിനെ വഫാത്തായ നബിയെ വിളിച്ചോ, യാ റസൂലല്ലാഹ്. എന്നാ പിന്നെ നിങ്ങൾ കുതുബിയത്ത് കഴിച്ചോ. കാരണം എന്താ? ഞങ്ങൾ അതിൽ വിളി മാത്രമേ ഉള്ളൂ 1000 വട്ടം. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 1000 വട്ടം വിളിക്കുക. ആ വിളിക്കുന്നതിന് ശിർക്ക് എന്ന് പറഞ്ഞ കൂട്ടർ ഇപ്പൊ പറയാ വിളി മാത്രമേ ഉള്ളൂ. എന്താ മൗലവി, എന്താണ് പൊട്ടത്തരം പറയാ? നിങ്ങൾ പറഞ്ഞില്ലേ 1000 വട്ടം വിളിച്ചാൽ 4000 വട്ടം കാഫിറാകും. ഇപ്പൊ പറയുന്ന റസൂലുള്ളാഹിനെ വിളിക്കാന്ന് വിളി മാത്രമേ ഉള്ളൂ. വിളി മാത്രല്ല, വിളി ശിർക്കാണെന്ന് പറഞ്ഞവരാ നിങ്ങള്. വിളി മാത്രല്ല, വിപൽഘട്ടങ്ങളില് സഹായം ചോദിക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചു. തഫ്സീർ ഇബ്നു കസീർ നോക്കിക്കോ, തബരി, പിന്നെ അതുപോലെ ഇബ്നു അബി ഹാത്തിം നോക്കിക്കോ. വിപൽഘട്ടങ്ങളില് സഹായം ചോദിക്കപ്പെടാൻ പറ്റിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിനെ വിളിച്ചോ, യാ റസൂലല്ലാഹ്. പക്ഷേ ഞങ്ങൾ ചോദിച്ച ചോദ്യം ആരും മറക്കരുത് കേട്ടോ. ഞങ്ങൾ ചോദിച്ച ദുആന്റെ നിർവചനം ഇതുവരെ പറഞ്ഞില്ല. യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖായി അഅ്ലുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു എന്ന് പറഞ്ഞാൽ മുശ്രിക്കാകുമോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി പോലും എത്ര കാലമായി എത്ര സമയമായി ചോദിക്കുന്നത്? തൊട്ടിട്ടുണ്ടോ? ഇല്ല. ആകെ ഉള്ളതൊരു വഹാബ്, ആകെ ഉള്ളതൊരു വഹാബ്. പഠിച്ചവനെ പറ്റി വഹാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് റസാഖുന്ന് പറഞ്ഞിട്ടുണ്ട്, വഹാബ് മാത്രമല്ല. അപ്പോ ആകെ തെളിവായിട്ടൊരു വഹാബായിട്ട് വന്നതാ. ഈ വഹാബികൾക്ക് ആകെ ഒരു വഹാബ്, വേറെ ഒറ്റ തെളിവില്ല. വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു കിതാബും ഇല്ല. ഏതോ വിഷയം വഹിക്കുക, ഏതോ വിഷയം പറയാ. ഞങ്ങളെ ചോദ്യം വളരെ കൃത്യമാ. ദുആന്റെ നിർവചനം എവിടെ? ദുആന്റെ നിർവചനം എവിടെ? റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിന്റെ അടുത്ത് യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖായി അഅ്ലുമുഹു എന്ന് പറഞ്ഞാൽ ശിർക്കാകുമോ? പിന്നെ പറഞ്ഞു ബഅദ വഫാത്തിഹില്ല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്, അത് തെളിയിക്കണം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇസ്തിംറാറു ദാലിക ബഅദ വഫാത്തിഹി ഇലൽ ആൻ. പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടോ ഇല്ലേ? മധ്യസ്ഥത പറയണം. ഉണ്ടോ ഇല്ലേ? രണ്ടാളെന്ന് പറയണം. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഈ കളവ് ഇവിടെ തെളിയിക്കണം. ഇവിടെ ശ്രദ്ധിക്കാം. ഇസ്തിംറാറു ദാലിക ബഅദ വഫാത്തിഹിൽ ആൻ. ഈ പറഞ്ഞ ഇബാറത്ത് ഞങ്ങൾ കളവ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അത് ഇതിലുണ്ട്. ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കളവാണ്, അത് തിരുത്തണം. ഉദ്ധരിച്ചിട്ടും ഉദ്ധരിച്ചിട്ടും ഞങ്ങൾ പറഞ്ഞത് കളവാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹലോ, നിങ്ങൾ എവിടെ ഇരിക്കി? എന്താ വേണ്ട പറയാ. നിങ്ങൾ 2.5 മിനിറ്റ് കഴിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എന്താ കിതാബ് വേണ്ടത്? അല്ല, ഇവിടെ പറഞ്ഞിട്ട് മനസ്സിലാണല്ലേ? വായിച്ചപ്പോ അത് പച്ചക്കള്ളമാണ്, കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് കാണിച്ചു കൊടുത്ത അത് തിരുത്തണം. ഞങ്ങൾ കളവ് പറഞ്ഞു എന്ന് വെറുതെ പറഞ്ഞു, അത് തിരുത്തിയേ പറ്റും. ആ ഇബാറത്തില് മറ്റേ ഒരു മിനിറ്റ് ആ ഇബാറത്ത് അവിടെ അതിന് ഇസ്തിഗാസ ഇല്ലാന്നാ പറഞ്ഞത്. നിങ്ങൾ അതന്നെ പറഞ്ഞത്. നിങ്ങൾ വായിച്ചതായില്ലേ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ മലയാളത്തിൽ ഇസ്തിഗാസ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഇസ്തിഗാസ അല്ലാന്നാണ് പറഞ്ഞത്. മരണപ്പെട്ടവരോട് ഇസ്തിഗാസ ചെയ്യാമെന്നുള്ള വാദമാണ്. ആ മരണപ്പെട്ടവരോട് ഇസ്തിഗാസ ചെയ്യാൻ പറ്റില്ല എന്നുള്ള മുഫസ്സിറാണ് ആര്? ആലൂസി.
ഹലോ, രണ്ടൂട്ടർ അവിടെ ഇരിക്കും, ഞങ്ങൾ പറഞ്ഞു പ്ലീസ്. നിങ്ങൾക്ക് 1 മിനിറ്റ് തരാം. നിങ്ങൾ 1 മിനിറ്റ് പറയും, മറുപടി പറയും. നമുക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കേണ്ടത്, ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് തൊബറാനി ഉദ്ധരിച്ചും റൂഹുൽ മആനി ഉദ്ധരിച്ചും ആ ആയത്തിൻ്റെ വ്യാഖ്യാനം എന്ന രൂപത്തിൽ 2 ഇബാറത്ത് ഇവിടെ വായിച്ചു. അത് വായിച്ചപ്പോഴാണ് എഴുന്നേറ്റുകൊണ്ട് സുഹൈൽ മൗലവി പറഞ്ഞത് അത് പച്ചക്കള്ളമാണ്. ആ പച്ചക്കള്ളം കാണണമെന്ന് പറഞ്ഞപ്പോഴാണ് 2 കിതാബ് നമ്മൾ കൊടുത്തത്. ഇനി ഇവർ പറയേണ്ടത് തോക്കെ ഉസ്താദ് പറഞ്ഞ 2 ഇബാറത്ത് ഈ കിതാബിൽ ഉണ്ടോ ഇല്ലേ, അതവർ പറയണം. അത് ബാധ്യതയാണ്. കാരണം ഞങ്ങളുടെ പേരിൽ പച്ചക്കള്ളം ഇവർ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇങ്ങനൊരു ഇബാറത്ത് ഞങ്ങൾ കളവ് പറഞ്ഞു എന്നിവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരിപ്പോൾ പറയുന്നത് ഞങ്ങൾ പറയുന്ന പോലെ മലയാളത്തിൽ അതിലില്ല. മലയാളത്തിൽ ഈ കിതാബിൽ ഉണ്ടാവൂല സുഹൃത്തെ, അത് പറയണവർ. മാത്രല്ല ഇവരിങ്ങനെ ഹലോ, ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞതിന് നിങ്ങൾ എന്താ പറയാനുള്ള വെച്ചാൽ നിങ്ങളുടെ അവസരത്തിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തായാലും നാം പറഞ്ഞത് കൃത്യമായി തന്നെ റെക്കോർഡുണ്ട് അല്ലേ? റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ എന്താ പറഞ്ഞത് റെക്കോർഡുണ്ട്. ഇനി ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. റെക്കോർഡ് കാണിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. എന്താണ് തോക്കി ഉസ്താദ് പറഞ്ഞതെന്ന് പറയാം. ഞാൻ അതിന് മറുപടി നൽകിയത് എന്താണെന്നുള്ളത് കൃത്യമായി തന്നെ ഇവിടെ കാര്യകാര ബന്ധതീതമായിട്ട് ക്യാമറ ഉണ്ട്. ആ ക്യാമറ സാക്ഷിയാകും ഇൻഷാ അല്ലാ. ഞാൻ ആ കളവ് പറഞ്ഞത് അതോ ഇവർ തട്ടി പറയണമെന്നുള്ളത് ഇൻഷാ അല്ലാ ആ ക്യാമറയിലൂടെ ഇൻഷാ അല്ലാ തെളിയിക്കും. വിഷയത്തെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കാണ്. നിങ്ങൾ പറഞ്ഞത് എന്ത് ക്യാമറയിൽ ഉണ്ടോ ഇല്ല എന്നല്ലല്ലോ നോക്കേണ്ടത്. നിങ്ങൾ രണ്ടൂട്ടരും പ്ലീസ് പ്ലീസ്. ഉസ്താദ് ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഉസ്താദേ, ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഉസ്താദിന് പറയാനുള്ളത് അവിടെ പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അദ്ദേഹം വിശദീകരിക്കുക. കഴിഞ്ഞു. അവസരത്തിൽ മാത്രം സംസാരിക്കുക. ഈ വളരെ ഭംഗിയായിട്ട് ഇനി 4-5 ചോദ്യോത്തരങ്ങൾ വിടുള്ളൂ. വളരെ ഭംഗിയായി നമുക്കിത് അവസാനിപ്പിക്കണം എന്നുണ്ട്. ദയവ് ചെയ്തിട്ട് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് അവർ കേട്ടു. അതിനുള്ള മറുപടി നിങ്ങൾ പറയുക നിങ്ങളുടെ അവസരത്തിൽ. ജനങ്ങൾ, ശ്രോതാക്കൾ മനസ്സിലാക്കട്ടെ പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ അഹ്ലുൽ ബിദ്അത്തിന്റെ ഒരു നിലപാടാണ്. ആയത്തുകൾ എന്തിനാണ്? യഥാർത്ഥ ഉദ്ദേശത്തിനല്ല ഓതുക. ഇവിടെ വ്യവസ്ഥ എന്താണ്? വ്യവസ്ഥ ഇസ്തിഗാസയാണ്, മരണപ്പെട്ടവരോടുള്ള ഇസ്തിഗാസയാണ്. അതായിരിക്കണം തഫ്സീർ കൊണ്ട് എന്ത് ചെയ്യേണ്ടത്, തെളിയിക്കേണ്ടത്. അതിവിടെ തെളിയിച്ചിട്ടില്ല. എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി മുഖാത്തബായ സീഗ നമ്മൾ നമസ്കാരത്തിലും അതുപോലെ സിയാറത്ത് ചെയ്യുമ്പോഴും ഒക്കെ നടത്താറുണ്ട്. അത് ഇവിടെ തർക്കമുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, ഔലിയാക്കൾ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നതാണ് ഇവിടുത്തെ ചർച്ച. ആ ചർച്ചയിൽ ഇവരുടെ വിശ്വാസപ്രകാരം ഇവർ തേടിക്കഴിഞ്ഞാൽ ഇവർ കുഫ്റും ശിർക്കാണെന്നുള്ളത് ഇവർ അംഗീകരിക്കുന്ന അലവി സഖാഫി വ്യക്തമായി അല്ലാമ എന്ന് എഴുതിയിട്ടുള്ള, അതുപോലെ തന്നെ 14-ാം നൂറ്റാണ്ടിലെ ഇമാം എന്ന് വിളിച്ചിട്ടുള്ള പണ്ഡിതൻ പറയുന്നു ഇവരുടെ വിശ്വാസം കുഫ്റാണ്, ഇവരുടെ വിശ്വാസം ശിർക്കാണ്. കൃത്യമായി ഞാൻ വായിക്കാം. വായിട്ടില്ല. മാ കൗലുക്കും, കേട്ടോ, മാ കൗലുക്കും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫീ റജുലിൻ, ഒരു മനുഷ്യനെ പറ്റിയിട്ട് യളന്നു അന്നൽ ഔലിയ യഅലമൂന വയസ്മഊന നിദാഅൽ മുനാദ ഖരീബൻ വബഈദ, അടുത്തു നിന്നും അകലെ നിന്നും ഒക്കെയുള്ള ആളുകളെ കേൾവി കേൾക്കുമെന്നും
അതുപോലെ തന്നെ അദ്ദേഹത്തിന് സഹായം ചോദിക്കുമെന്നുള്ള വിശ്വാസം, ആ മനുഷ്യന്റെ വിശ്വാസത്തെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഹാദാ റജുലുൻ, ഈ മനുഷ്യന്മാർ അവരെന്താണ്? ഫാസിദുൽ അഖീദത്തി, അവരുടെ അഖീദ ഫാസിദാണ്, മോശമാണ്. മാത്രമല്ല ബൽ യുഖ്ഷാ അലൈഹിൽ കുഫ്റു. ഇത് അല്ലാമ അബ്ദുൽ ഹൈ ലഖ്നവി റഹിമഹുള്ളാഹുവിന്റെ കിതാബാണ്. നിങ്ങളുടെ അലവി പറയുന്നു അദ്ദേഹം 14-ാം നൂറ്റാണ്ടിലെ ഇമാമാണ്. നിങ്ങൾ പറയുന്നു അലവി സക്കാഫിയെ വലിച്ചെറിയുന്നു. ഖലാസ്, ഇനി ഇത് കൊണ്ടേ ഒഴിക്കോളൂ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? കൃത്യമായി തന്നെ ദുആഇന്റെ നിർവചനം. അല്ലാഹു തആല അന്നത്തെ ശിർക്ക് ചെയ്യുന്ന സമൂഹത്തിനോട് പറഞ്ഞു, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഊഹും ഫൽയസ്തജീബു ലക്കും. കൃത്യമായി തന്നെ ഞങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് കാന്തപുരത്തെ വിളിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് പേരോടിനെ വിളിക്കില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഉള്ളാൽ സ്ഥലങ്ങളെ ഇവിടെ ഹാദിറാക്കുന്നില്ല? എന്തേ? ചോദ്യത്തിന് മറുപടി എവിടെ? ചോദ്യം തൊട്ടിട്ടില്ല, ദുആഇന്റെ നിർവചനം പറഞ്ഞിട്ടില്ല. യാ ഖൈറ മൻ ദുഫിനത ബിൽഖാഇ അഅ്ലമുഹു ഫതാബ മിൻ ദീബിഹിൻ അൽഖാഉ വല്ലകമു. പറഞ്ഞാൽ മുശ്രിക്കാകുമോ? ചോദ്യം തൊട്ടിട്ടില്ല. ഇപ്പൊ ഏതോ വിഷയത്തിൽ നമ്മുടെ വ്യവസ്ഥയിൽ പെടാത്ത, നമ്മുടെ വിഷയത്തിന്റെ പുറത്തുള്ള വിഷയം വന്ന് വിഷയം മാറ്റാൻ നോക്കുകയാണ്. മൗലവിയെ വിടൂല, നിങ്ങള് വിഷയം മാറ്റാൻ സമ്മതിക്കൂല. ഇൻഷാ അല്ലാഹ് എന്റെ ചോദ്യത്തിന് മറുപടി പറ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് വഫാത്തിന്റെ ശേഷം ഇല്ല എന്ന് അയാൾ പറഞ്ഞത്? പച്ചക്കളവ് പറഞ്ഞു അദ്ദേഹം. ഇതാ റൂഹുൽ മആനി ഞങ്ങൾ കൊടുത്തു, വായിച്ച് അർത്ഥം വെക്കാൻ ധൈര്യമില്ല. എന്താ റൂഹുൽ മആനിയിലുള്ളത്? വല്ലാഹി ഇസ്തിംറാറു ദാലിക്, റസൂലുള്ളാഹിയെ സഹായം തേടാൻ തസ്വീദാക്കുക. എന്താ തസ്വീദാക്കുക എന്ന് പറഞ്ഞാല് സഹായം തേടപ്പെടുക എന്നുള്ളത്. അത് ഇസ്തിംറാറു ദാലിക ബഅദ വഫാത്തിഹി, വഫാത്തിന്റെ ശേഷവും നിലനിൽക്കുന്നു. എത്രത്തോളം? ഇപ്പോഴുമുണ്ട്. ആരാ പറയുന്നത്? റൂഹുൽ മആനി നോക്കിക്കോ. ഇനി സഹായിയാക്കയില്ല എന്നാണോ? നേരത്തെ ഞാൻ വായിച്ചു, ഇബ്നു കസീർ വായിച്ചു, യുസവ്വദ. എന്താണ് യുസവ്വദ എന്ന് പറഞ്ഞാൽ? ഹുവല്ലദീ യുഫ്സൗ ഇലൈഹി ഫിന്നവാഇബി വശദായിദ്. വിഷമഘട്ടങ്ങളില്, പ്രയാസഘട്ടങ്ങളില് അഭയം നേടപ്പെടുന്ന നബി എന്നാണ്. ഫയഖൂമു ബിഅംരിഹിം, അവരെ കാര്യങ്ങൾ നിർവഹിക്കും. വയതഹമ്മലു അൻഹും മകാരിഹും, അവരെ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. ആ നബിയെ സഹായത്തിന് വേണ്ടി വിളിക്കുമ്പോ യാ റസൂലല്ലാഹ്, യാ സയ്യിദനാ, യാ ഹബീബല്ലാഹ് എന്ന് വിളിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒരക്ഷരത്തോടാൻ കഴിയുന്നില്ല, കുടുങ്ങിയിരിക്കുകയാണ്. മൗലവിമാര് കുടുങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഗൾഫിൽ നിന്ന് വന്നത് സാധു വെറുതെ ആയിപ്പോയി. നമ്മളെ സൽമാന് കുറെ നോക്കി, പൊട്ടിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇയാൾ എണീച്ചിരുന്നു, പച്ചക്കള്ളം പറഞ്ഞു, കിതാബിൽ തൊടാൻ കഴിയുന്നില്ല. വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം. ഞങ്ങളെ വിഷയവുമായിട്ട് ബന്ധപ്പെടാത്ത ചർച്ചക്ക് നിങ്ങൾ കൊണ്ടുവരണ്ട. എന്റെ ചോദ്യം ദുആഇന്റെ നിർവചനം പറ. യാ ഖൈറ മൻ ദുഫിനത ബിൽഖാഇ അഅ്ലമുഹു ഫതാബ മിൻ തീബിഹിൻ അൽഖാഉ വല്ലകമു എന്ന് പറഞ്ഞാൽ മുശ്രിക്കാകുമോ? ചോദ്യത്തിന് മറുപടി തൊട്ടിട്ടില്ല. എത്ര അവസരമായി ഞാൻ ചോദിക്കുന്നത്? ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ ഇപ്പോഴും സഹായിയാക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. തഫ്സീർ ഇബ്നു അബി ഹാത്തിം നോക്കിക്കോ, ഇബ്നു കസീർ നോക്കിക്കോ. വിപൽഘട്ടങ്ങളില്, പ്രയാസഘട്ടങ്ങളില് ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുന്ന നബിയാണ്, പ്രയാസങ്ങളെ ഏറ്റെടുക്കുന്ന നബിയാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ആവേശത്തോട് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. നിങ്ങൾ ഇവിടെ ഇളിമ്പ്യരായി പോയിരിക്കുകയാ, നാണം കെട്ടു പോയിരിക്കുകയാ. എന്തായാലും റൂഹുൽ മാനിയിൽ എന്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഫാത്തിന് ശേഷം വിളിക്കാനുള്ള ഒരു വരി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ തട്ടിപ്പ് നടത്താണ്. ഇനി ആലൂസി റഹിമഹുള്ളാഹി തഫ്സീറിൽ കൃത്യമായി തന്നെ പറയുന്നു, ഫലാ യസ്തരീബ്, ഒരു സംശയം ഇല്ല.
ഒരു സംശയവുമില്ല. ആലിമുൻ അന്നഹു ഗൈറു ജായിസിൻ, ഒരു പണ്ഡിതന്മേൽ ഒരു സംശയവുമില്ല. എന്ത്? ഈ പറയപ്പെടുന്ന ഇസ്തിഗാസ ബിദ്അത്താണ്, ഈ പറയുന്ന ഇസ്തിഗാസ ജായിസ് അല്ല, ഹറാമാണ് എന്ന് വ്യക്തമായി പറയുന്ന ആലൂസിയുടെ തഫ്സീർ കൊണ്ടാണ് ഇവിടെ കബളിപ്പിക്കുന്നത്. നടക്കില്ല മുസ്ലിയാക്കന്മാരെ, നടക്കില്ല. ഇനി ദുആഇന്റെ നിർവചനം കൃത്യമായി തന്നെ നമ്മൾ പറയുന്നു, കാര്യകാരണ ബന്ധത്തിനതീതം. ഇനി ഇതാര് പറഞ്ഞു എന്നല്ല, ഇതാര് പറഞ്ഞു? ഇത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ മുന്നേയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇബ്നു അബ്ദുൽ വഹാബ് ഒക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ മരണപ്പെട്ടു പോയ പണ്ഡിതനാണ് ആര്? സുന്നത്തുൽ ഹലബി അൽ മക്കി. കൃത്യമായി തന്നെ വിശദീകരിക്കുന്നു ഇസ്തിഗാസ രണ്ട് വിധം കേട്ടോ. ഇസ്തിഗാസ രണ്ട് വിധം. ഒന്ന് കാര്യകാരണത്തിന്റെ അധീനം, അതുപോലെ അതീതം. അതീതം എന്നുള്ളത് എന്താണ്? അത് നമുക്ക് ചെയ്യാം. അതീതം എന്നുള്ളത് എന്താണ്? അത് ദുആഇന്റെ പര്യായമായി പറയുന്നതാണ്. കൃത്യമായി തന്നെ പറയുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിർവചനം അല്ല. ഇനി അന സയ്യിദു വലദി ആദം, അന സയ്യിദു വലദി ആദം, ഹൽ തദ്റൂന ലിമ ദാലിക? ഹൽ യാ തോക്കെ 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 ഹൽ തദ്റൂന ലിമ ദാലിക? അന സയ്യിദുൻ നാസി ഇലാ യൗമിൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു സഹാബികളോട്, ഞാൻ ആദം നബിയുടെ സന്തതികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ അതെന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി സയ്യിദ് എന്നുള്ള വാക്ക് നിരൂപാധികമായിട്ട് എല്ലാ നിലക്കുമാണെങ്കിൽ എൻ്റെ നബി സല്ലല്ലാഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് മറുപടി പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി സുന്നത്തിലേക്ക് കടക്കേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് നിരൂപാധികമായി സയ്യിദല്ല, കൃത്യമായി അൽ ഹുജ്ജ ഫീ ബയാൽ മഹജ്ജ. സയ്യിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരൂപാധികമായിട്ട് അസ്സയ്യിദ് അല്ലാഹു മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനും ഒരു മലായിക്കത്തും ഒരു ഹൽക്കും എന്നല്ല സയ്യിദല്ല. അതുകൊണ്ട് തന്നെ ഒരു സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം ഇത് ചെയ്തിട്ടില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല, ഒരു താബിയും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് സഹാബികളൊക്കെ പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് പോകാതെ ഇത് ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനോട് മാത്രം തേടിയുള്ളത്. ഹയ്യായ ജീവിച്ചിരിക്കുന്ന സാന്നിധ്യത്തിലുള്ള അബ്ബാസ് ഇബ്നു മുത്തലിബിനെ കൊണ്ട് സാഹചര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വാദം, ഈ സംവാദം ഇവിടെ നടക്കുന്നത് എന്താണ്? നമ്മൾ വിജയിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ വഫാത്തേശമാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അല്ലാഹു പറയുന്നു എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. ഇതിൽ അത്തിയുർ റസൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത ശേഷമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി അടുത്തേക്ക് പോകണം. വഫാത്തിന് ശേഷമോ സുന്നത്തിലേക്ക്, എൻ്റെ സുന്നത്തിലേക്ക് പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പോലെ തന്നെ വഫാത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വിളിച്ചാൽ മതി, നബി സല്ലല്ലാഹു ഉത്തരം ചെയ്യില്ലേ? ലൗജീബന്നഹു. എന്തിനാണ് ഈ സംവാദം? ഈ സംവാദം ഇവിടെ നടക്കും തന്നെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വാദമായിട്ടുള്ള നിങ്ങളുടെ ദുആ വ്യക്തമായി തന്നെ വഴികേടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ തെളിയിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇനി യാ ഖൈറ മൻ ദുഫിനത്, ഇത് കൃത്യമായി തന്നെ നിങ്ങൾ പാടുകയാണ്. ഏത് വിശ്വാസത്തോടെ? നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസത്തോടെയാണെങ്കിൽ അലവി സക്കാഫി പറഞ്ഞ പണ്ഡിതന്റെ അടിസ്ഥാനത്തിൽ കൃത്യവും നിങ്ങൾ ഷിർക്കും കുഫ്റുമാണ്. ആരാണ് കാഫിർ? നിങ്ങളുടെ അറിയുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് സഹായിക്കുമെങ്കിൽ പിന്നെന്തിനാണ് അള്ളാഹു? തരം അള്ളാഹു എല്ലാം ചെയ്യുന്നവൻ അള്ളാഹു ആണ്, എല്ലാം ചെയ്യുന്നവൻ അള്ളാഹു അല്ലേ? എന്നാ പിന്നെ എന്തിനാണ് പ്രവാചകനായിട്ട് റസൂലിനെ അയച്ചത്? അള്ളാഹ്ക്ക് തന്നെ ഇതായിട്ടാക്കിക്കൂടെ? തരം പറയാ, അള്ളാഹ്ക്ക് തന്നെ നേരിട്ട് വന്ന് ഇവിടെ ജനങ്ങൾ ഇതായിട്ടാക്കിക്കൂടെ? അതൊക്കെ കാര്യകാരണ ബന്ധങ്ങളാ. എന്തിനാണ് ഇവിടെ മൊബൈൽ വെച്ചത്? എന്തിനാണ് മറ്റേ സാധനങ്ങൾ വെച്ചത്? എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? അള്ളാഹ്ക്ക് തന്നെ വിശപ്പിച്ച് അടിച്ചുകൂടെ? പഠിച്ചവനെ ഉച്ചക്ക് ദ്വാരക്കുക എന്നു പഠിച്ചവനെ എന്റെ വിശപ്പടക്കണേ. വിശപ്പടക്കുമല്ലോ. എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? രാത്രി എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ആ സമയത്ത് അള്ളാഹിനോട് ദ്വാരനോട് പഠിച്ചവനെ എന്റെ വിശപ്പടച്ചുകൂടെ വിടപ്പടക്കേ. പോട്ടത്തരം പറയാ. വലിയ തൗഹീദിന്റെ ആളുകളാ സഫാത്ത്. പിന്നെ വേറെ രണ്ട് ചോദ്യം. ഇപ്പൊ ഇസ്തിഗാസ രണ്ട് ഇതാണ്. നിങ്ങളെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഒന്നോ രണ്ടോ. ഞാൻ ചോദിച്ചെന്താ ദുആഇന്റെ നിർവചനം.
ദുആഇന്റെ നിർവചനം പറ. എവിടെ പറഞ്ഞോ? തൊട്ടോ? ഇല്ല. യാ ഖൈറ മൻ ദുഫിനത ബിൽഖായി അഅ്ലമുഹു എന്ന് പറഞ്ഞ കാഫിറാകുമോ? പറഞ്ഞോ മറുപടി പറ. നിങ്ങളുടെ ക്ലാസ് എടുക്കാണ്. ഇസ്തിഗാസ 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ക്ലാസ് എടുത്തോ, ഇവിടെ എടുക്കണ്ട. ഇവിടെ ചോദ്യത്തിന് മറുപടി പറ. ഇസ്തിഗാസ 2 ആണോ 3 ആണോ? അത് നിങ്ങളെ കൂടാരമുണ്ടല്ലോ, ആ കൂടാരത്തിൽ പോയിട്ട് പറഞ്ഞോ. ഇവിടെ ചോദ്യത്തിന് മറുപടി പറ. ഞാൻ ചോദിച്ചത് ദുആഇന്റെ നിർവചനം, ഞാൻ ചോദിച്ചത് എന്താ? അതുപോലെ യാ ഖൈറ മൻ ദുഫിനത. പിന്നെ 3-ാമത്തെ ചോദ്യം കൂടി, ഒന്നും കൂടി 3-ാമത്തെ ശ്രദ്ധിച്ചോ. എന്താ? ഇസ്തിഗാസ ശിർക്കും ബി ഇജ്മാ എന്ന് ഇമാം ജസ്രി തന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പറയാറുണ്ട്. അത് എവിടെയാണ്? ഇമാം ജസ്രി തന്റെ കിതാബിൽ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇസ്തിഗാസ നടത്തൽ ഇജ്മാഉം ബിശിർക്കാണ് എന്ന് നിങ്ങൾ പലർത്തും പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണ്? അത് നിങ്ങൾ തെളിയിക്കണം. അതുകൊണ്ട് 3-ാമത്തെ ചോദ്യം കൂടി, ഇമാം ജസ്രി എവിടെയാണ് അത് പറഞ്ഞത്? ആ കിതാബിൽ നിങ്ങൾ തെളിയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ലാ തജ്അലു ദുആ റസൂലി തൊട്ടിട്ടില്ല. ഇയാൾ ക്ലാസ് എടുക്കുകയാണ് ഇപ്പോ. മക്കളെ, ഇസ്തിഗാസ 2 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അത് ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട. ഞങ്ങൾക്ക് വേണ്ടിയത് ചോദ്യത്തിന്റെ മറുപടിയാ. ദുആഇന്റെ നിർവചനം പറ. എന്തേ പറയുന്നില്ല? ദുആഇന്റെ തഅരീഫ്. എങ്ങനെ തഅരീഫ് പറയാൻ നിബന്ധനയുണ്ട്. നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം തഅരീഫ് എങ്ങനെ വേണമെന്ന്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ വിടുള്ളൂ. 3-ാമത്തെ ചോദ്യം കൂടി, ഇമാം ജസ്രി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ ശിർക്കും ബി ഇജ്മാ ആണെന്ന് എവിടെ പറഞ്ഞതാ? അതൊന്നും നിങ്ങൾ തെളിയിക്കണം. ഇമാം ജസ്രിന്റെ കിതാബിൽ എവിടെയാണ്? 3-ാമത്തെ ചോദ്യം കൂടി. 3 എന്റെ ചോദ്യം തൊട്ടിട്ടില്ല. എന്റെ ചോദ്യം നിങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ. ചോദ്യം തൊട്ടോ. ദുആഇന്റെ നിർവചനം പറഞ്ഞോ? ഇല്ല. യാ ഖൈറ മൻ ദുഫിനത ബിൽഖായി അഅ്ലമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു എന്ന് പറഞ്ഞാൽ ശിർക്കാകുമോ കാഫിറാകുമോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. 3-ാമത്തെ ചോദ്യം കൂടി, ഇമാം ജസ്രി തന്റെ ഏത് കിതാബിലാണ് ശിർക്കും ബി ഇജ്മാ എന്ന് പറഞ്ഞത്? അൽഹംദുലില്ലാ. എന്തായാലും യാ ഖൈറ മൻ ദുഫിനതാണ് ഉള്ളത്. ആ വരികളിൽ എന്തുണ്ടായിരുന്നാലും ശരി, നിങ്ങളുടെ വിശ്വാസപ്രകാരം അത് പറഞ്ഞാൽ കുഫ്രാണ്, ഷിർക്കാണ്. അത് കൃത്യമായി പറഞ്ഞു. ഇനി ജസരിയുടെ ഇബാറത്തില് ജസരി നിങ്ങൾക്ക് ജീം അല്ലെ എന്ന് പൊന്നാനി നിങ്ങളുടെ ആൾക്കാർക്ക് പറഞ്ഞില്ല. ഇനി ലക്നവിയുടെ ലാമ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ കിതാബ് ഇവിടെ ഹാജരാക്കണു. നിങ്ങളുടെ അലവി സക്കാവി കൃത്യമായി അല്ലാമ എന്ന് വിശേഷിപ്പിച്ചുള്ള പണ്ഡിതൻ, അതുപോലെ 14-ാം നൂറ്റാണ്ടിലെ ഇമാം എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതൻ, ആ പണ്ഡിതന്റെ മജ്മുഉൽ ഫതാവ 5ഓളം സ്ഥലങ്ങളിൽ ഇസ്തിഗാസ ഇവരുടെ വിശ്വാസം ഷിർക്കാണ്, കുഫ്രാണ്, അതൊരിക്കലും തന്നെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തൊടാൻ പറ്റുന്നില്ല. തൊട്ടു, പക്ഷെ വായിക്കുന്നില്ല. വായിച്ചു നോക്കി, പക്ഷെ ജനങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇൻഷാല്ലാഹ് വായിച്ചു തരാം. കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു, ബൽ യുഖ്ഷാ അലൈഹിൽ കുഫ്റു, അഥവാ ഈ പറയപ്പെടുന്ന തോക്കി സഖാഫിയുടെ വിശ്വാസം, ഈ കേൾക്കുന്ന ഈ കാണുന്ന അലവി സഖാഫിയുടെ വിശേഷം, അതുപോലെ ഈ കേൾക്കുന്ന പേരോടിന്റെ തരത്തിലുള്ള വിശ്വാസം, അത് ബൽ യുഖ്ഷാ അലൈഹിൽ കുഫ്റു. അലവി സഖാഫി നിങ്ങൾ പുകഴ്ത്തിയ അല്ലാമ എന്ന് പറഞ്ഞ പണ്ഡിതൻ നിങ്ങളുടെ വിശ്വാസം കുഫ്രാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യക്തമായി തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹി വിളിക്കുമ്പോഴും എന്താണ് കൃത്യമായി തന്നെ മിൻ അഖായിദി ശിർക്ക്, കൃത്യമായി അൽ മജ്മുഉൽ ഫതാൽ പറയുന്നുണ്ട്. നിങ്ങൾ അല്ലാമ എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. പണ്ഡിതൻ പറയും നിങ്ങൾക്ക് ഇന്ന വിശ്വാസം ശിർക്കാണുള്ളത്. പിന്നെ ദുആഇന്റെ നിർവചനം ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹുവിന്റെ കിതാബിന് മുന്നേ തന്നെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന് മുന്നേയുള്ള പണ്ഡിതൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇസ്തിഗാസ 2 വിധമുണ്ട്. ഇസ്തിഗാസ ദുആ ആകുന്ന വിധമുണ്ട്. ദുആ ആകുന്നത് കാര്യകാലബദ്ധത്തിനതീതം. ഇത് റഷീദ് റിളയുടെ കിതാബല്ല, ഇബ്നു അബ്ദുൽ വഹാബിന് മുന്നിൽ കിതാബാണ്. കൃത്യമായി തന്നെ മധ്യസ്ഥന്മാർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ആരോപിക്കാറുണ്ട്, ഈ നിർവചനം ഞങ്ങളുടെ വകയാണ്. യഥാർത്ഥത്തിൽ ആ കെടുക്കുന്ന ഇസ്മായിൽ നെല്ലിക്കുത്ത് ഇസ്മായിലിയുടെ ഇസ്തിഗാസ പുത്തൻ വാദം എന്നുള്ള ഇവിടെ തെളിയിച്ചിരിക്കുന്നു. ആ വാദത്തെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള തെളിയിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. ഇനി ആലൂസി റഹ്മത്തുള്ളാഹി അദ്ദേഹം ഇസ്തിഗാസ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടല്ല. നിങ്ങളുടെ നിലപാട് എന്തിനു കൊണ്ടുവരണം? തോക്കെ എന്തിനു കൊണ്ടുവരണം? കാരണം അദ്ദേഹം കൃത്യമായി തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. പിന്നെ എന്തിനാണ് ആൾക്കാരെ കബളിപ്പിക്കുന്നത്? അദ്ദേഹം പറയുന്നു ഒരു ഒറ്റ പണ്ഡിതനും അത് ജായിസ് എന്ന് പറഞ്ഞിട്ടില്ല, അത് ബിദ്അത്താണെന്ന് പറഞ്ഞ പണ്ഡിതനാണ് എന്ത്
ലാ തജഅലു ദുആക്കും എന്നുള്ള തൽബീസ് എന്ന് പറഞ്ഞത്, തൽബീസ് ഇവിടെ പറ്റില്ല. പിന്നെ എൻ്റെ പേരിൽ കളവ് പറയാൻ നോക്കി. ഞാൻ പറഞ്ഞു കാര്യകാരണ ഈ ക്യാമറ സാക്ഷിയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞാൻ കളവ് പറഞ്ഞത് പറയാൻ? പക്ഷെ പറ്റുന്നില്ല, തൊടാൻ പറ്റുന്നില്ല. നിങ്ങൾക്കിത് വ്യക്തമായി തന്നെ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട്, മധ്യസ്ഥന്മാരുടെ മുന്നിൽ വെച്ചിട്ട് ഇത് പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം വ്യക്തമായി നമ്മൾ പറയുന്നത് അൽ ഹക്കാണ്, നിങ്ങൾ പറയുന്നത് ബാത്തിലാണ് എന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. ഏതായാലും എൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ബർക്കത്തെടുക്കുകയാണ്. മാഷാ അല്ലാ, അത് കാരണമെങ്കിലും നന്നാകട്ടെ. ഏതായാലും എൻ്റെ പേര് ഇങ്ങനെ ബർക്കത്തിന് വേണ്ടി മൂപ്പർക്ക് ഇങ്ങനെ പറയണം. ഏതെന്നാലും അതിൻ്റെ ബർക്കത്തോടെ നിങ്ങൾ നന്നായിക്കോളി. പിന്നെ നമ്മൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഈ ഇസ്തിഗാസ 2 അല്ല, ഈ 2000 ഉണ്ടാകട്ടെ, അത് വിഷയമല്ല. എൻ്റെ ചോദ്യം എന്താ? എൻ്റെ ചോദ്യം ദുആഇന്റെ താരീഫ്, ദുആഇന്റെ താരീഫ്. താരീഫ് ജിൻസും ഫസലും കൂടിയിട്ട് വേണം, ജിൻസും ഫസലും കൂടിയിട്ട് വേണം താരീഫ് പറയാൻ. അതേ ഹദ് ആവുള്ളൂ. അതങ്ങ് പറ, എവിടെയാണ് ദുആഇന്റെ താരീഫ്? ഒന്ന്. രണ്ടാമത്തെ ആര് പറഞ്ഞോ? സദസ്യർക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ, തൊട്ടിട്ടില്ല ദുആഇന്റെ താരീഫ്. രണ്ടാമത്തെ ചോദ്യം യാ ഖൈറ മൻ ദുഫിനതു, അതിന് മറുപടി പറയാൻ ധൈര്യം വരുന്നില്ല, തൊടാൻ ധൈര്യം വരുന്നില്ല. യാ ഖൈറ മൻ ദുഫിനത ബിൽഖാഇ അഅ്ളമുഹു ഫതാബ من طيبهن نلقع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ഈ ബൈത്ത് റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ ചെല്ലൽ അത് ശിർക്കാണോ? പറഞ്ഞ മറുപടി ഇല്ല. അത് ചോദിക്കുമ്പോ പണ്ടൊരാള് പള്ളിക്ക് റൂട്ടയിലെ ചോദിക്കുമ്പോ മൂരി വിൽക്കൂലെന്ന് പറഞ്ഞിത്രേ. പള്ളിക്ക് റൂട്ടയിലെ ചോദിക്കുമ്പോ ഞാൻ ഈ മൂരി വിൽക്കൂലടോ എന്ന മാതിരി ഞാൻ ചോദിക്കാം ദുആഇന്റെ താരീഫ് എവിടെ? അപ്പൊ അയാൾ പറയും ഇസ്തിഗാസ 2 ഉണ്ട്. ഞാൻ ചോദിക്കാം യാ ഖൈറൻ മൻദൂഫിനത്ത് എന്ന് പറഞ്ഞാൽ ശിർക്കാണോ? അപ്പൊ ഇയാൾ പറയാ ഇസ്തിഗാസ 2 ഉണ്ട്. ജസീറിന്റെ കിതാബ് ഏത് കിതാബിലാ ഉള്ളതെന്ന് ചോദിക്കുമ്പോ ഇസ്തിഗാസ 2 ഉണ്ട്. ഈ മാതിരി മണ്ടത്തരം പറയാ. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി വരാ. ഇസ്തിഗാസ 2 അല്ല, 2000 ഉണ്ടാകട്ടെ, അത് വേറെ വിഷയം. ദുആഇന്റെ താരീഫ് പറയാ. ഞാൻ ചോദിക്കുമ്പോ ഇയാൾ വേറെന്താ പറയാ? ഏതോ അബ്ദുൽ ഹയ്യ് കാന്തലവി അയാളെ കിതാബ് കൊണ്ടുവരിക. പിന്നെ റൂഹുൽ മാനി നിങ്ങളാളല്ല, നിങ്ങളാളെ കൊണ്ട് ഞണ്ടിന്റെ കാല് കൊണ്ട് ഞണ്ടിനെ കുത്തുക. അതാണ് ഞങ്ങൾ ചെയ്തത്. ഞണ്ടിന്റെ കാലെടുത്ത് ഞണ്ടിനെ കുത്തല ഞങ്ങൾ ചെയ്തത്. റൂഹുൽ മാനി നിങ്ങളാളല്ലേ, ആയിക്കോട്ടെ, ഞങ്ങൾ കുഴപ്പമില്ല, നഷ്ടപ്പെട്ടത് കൊണ്ട് കുഴപ്പമില്ല. അദ്ദേഹം പറയാണ് എന്താണ്? റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഞങ്ങളാളാണെന്ന് പറയുന്ന ആ ആലൂസി പറയാണ്. ഇയാൾക്ക് പിന്നെ ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് കിതാബും വലിച്ചെറിഞ്ഞിട്ട് ഇയാൾക്ക് ഒന്നും കിട്ടുന്നില്ല. അവസാനം ഇയാൾക്ക് ഒന്നുമില്ല. എന്തു ചോദിച്ചാലും ഇസ്തിഗാസ 2 ആണ്. ദുആഇന്റെ താരീഫ് എവിടെ? ഇസ്തിഗാസ 2 ആണ്. പിന്നെ യാ ഖൈറ മൻദൂഫിനത്ത് എന്ന് പറഞ്ഞാൽ ശിർക്കാകുമോ? ഇസ്തിഗാസ 2 ആണ്. ജസീറിന്റെ ഏത് കിതാബിലാ പറഞ്ഞത്? ഇസ്തിഗാസ 2 ആണ്. ആകെ ഇസ്തിഗാസ 2 എന്ന് പഠിച്ചു വന്നതാ. ഇയാൾ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ടാ വന്നത്. എന്റെ ചോദ്യത്തിന്റെ മറുപടി പറ. ദുആഇന്റെ താരീഫ് എന്തേ പറയുന്നില്ല? അൽഹംദുലില്ലാ. അപ്പോൾ 14-ാം നൂറ്റാണ്ടിലെ പണ്ഡിതൻ, ഈ പുസ്തകം എല്ലാവർക്കും അറിയോ? തവസ്സുൽ ഇസ്തിഗാസ ചരിത്രയോട് നേർക്കുനേർ. അലവി കേൾക്കുന്നുണ്ടോ? അലവി കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള അല്ലാമ അബ്ദുൽ ഹൈ ലക്നവി റഹിമഹുല്ല, നിങ്ങളെ കാഫിർ എന്ന് വിളിച്ച അബ്ദുൽ ഹൈ ലക്നവി റഹിമുല്ല, 5ഓളം സ്ഥലത്ത് നിങ്ങളെ വിശ്വാസം കുഫ്റാണെന്ന് പറഞ്ഞ പണ്ഡിതൻ എന്തേ തൊടാത്തത്? അലവി കേൾക്കുന്നുണ്ടോ? കാര്യകാരപത്തിട്ട് അപ്പുറത്താണോ ഇപ്പുറത്താണോ? വേണമെങ്കിൽ വന്നോളൂ. എന്തായാലും നിങ്ങളുടെ ചോദ്യം എന്താ? യാ ഖൈറ മൻദൂഫിനതല്ലേ? നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾ പുകഴ്ത്തിയുള്ള പണ്ഡിതന്റെ ആ ഫത്വ കൊണ്ട് തന്നെ ശിർക്കാണ്, കുഫ്റാണ്. മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ട, കേട്ടോളൂ. വീണ്ടും കൃത്യമായി അദ്ദേഹം പറയുന്നു എന്താണ് ഈ തരത്തിലുള്ള ആളുടെ വിശ്വാസം? ബൽ യുഖ്ഷ അലൈഹിൽ കുഫ്റു. എന്തുകൊണ്ട്? ഫഇന്ന സമാഅൽ ഔലിയ അന്നിദാഅ
മിൻ ബഈദിൻ ലൈസ ബിസാബിതിൻ, ഒരിക്കലും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? വൽ ഇൽമുൽ കുല്ലി ബിജമീഉൽ ജുസ്ഇയാത്ത് വഫീ ജമീഇൽ അസ്മാൻ മുഖ്തസ്സും ബില്ലാഹി ജല്ല വജല, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. വല്ലേ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാവുത്തീരം ചെയ്യും ഞാൻ എന്നവർ എന്ന് കുഫ്ർ എന്ന് പറഞ്ഞവർ, എന്ന വിശ്വാസം കുഫ്ർ എന്ന് പറഞ്ഞവർ. വീണ്ടും ഈ ഫത്വയിൽ കൃത്യമായി പറയുന്നു, മൻ യഅ്തഖദ ഗൈറല്ലാഹി തആല ഹാദിറുൻ വനാദിറുൻ ആലിമുൻ ലിൽ ഖഫീ വൽ ജി, അഥവാ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളുടെ കൽബകം എന്നവർ, നിങ്ങളുടെ അലവി പരിചയപ്പെടുത്തിയ പണ്ഡിതൻ പറയുന്നു അത് കുഫ്റും ശിർക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം അത് പരിചയപ്പെടുത്തിയ നിങ്ങൾ ഇമാം എന്ന് പരിചയപ്പെട്ടില്ല. 14-ാം നൂറ്റാണ്ടിലെ മലിക്കുൽ മുഹദ്ദിസീൻ, മലിക്കുൽ മുഹദ്ദിസീൻ അദ്ദേഹം ലഖബ്. കൃത്യം നിങ്ങളെ ലഖബുണ്ടല്ലോ. നിങ്ങൾ എന്താ കർണാടകയിലെ പേരോടോ? കർണാടകയിലെ പേരോട് നിങ്ങൾക്ക് പറയപ്പെട്ടു. അള്ളാഹു എന്തായാലും മലിക്കുൽ മുഹദ്ദിസ് അബ്ദുൽ ഹൈ ലഖ്നവി പറയുന്നു, അത്തരത്തിൽ വിശ്വാസം കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ശിർക്കും കുഫ്റാണെന്ന് നിങ്ങളുടെ പണ്ഡിതൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് ചോദിക്കേണ്ടത്, ഇനി നിങ്ങളാണോ കാഫിർ അതോ ഇയാളാണോ കാഫിർ എന്ന് ചെയ്താൽ മതി. നിങ്ങൾ പറ്റി. പിന്നെ ഇസ്തിഗാസ 2 വിധം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇസ്തിഗാസ 2 വിധം കൃത്യമായി പറഞ്ഞു. എന്താ രണ്ടാമത്തെ ഇസ്തിഗാസ? കാര്യകാര ബന്ധത്തിനതീതം, അത് പ്രാർത്ഥനയാണ് കേട്ടോ. എന്താണ്? അമ്മൽ ഇസ്തിഗാസതു ബിൽ ഖുവ്വതി വത്തഅസീരി ഔ ഫിൽ ഉമൂരിൽ മഅനവിയ്യ, അഭൗതികമായിട്ടുള്ള സഹായത്തേട്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫലാ യുസ്കറു, അല്ലാഹു അല്ലാതെ മറ്റുള്ളവരോടും ചെയ്യാൻ പറ്റില്ല, ചോദിക്കാൻ പാടില്ല. കാരണം അല്ലാഹു തആല പറയുന്നു, വഇദാ മസ്സകുമുദ്ദുറു ഫിൽ ബഹരി വല്ല മൻ തദഊന ഇല്ലാ ഇയ്യാ ഫനഫാ അള്ളാഹുവിനോട് പ്രാർത്ഥന ഒരിക്കലും പറ്റില്ല. ഇസ്തിഗാസ ബിഗൈരി സബബിൽ ആദി എന്നുള്ള പ്രാർത്ഥനയ്ക്ക് വ്യക്തമായി തന്നെ നിർവചനം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് മുന്നത്തിലെ വിധിയിരുന്നു, പണ്ഡിതം വിശദീകരിച്ചു. ഇനി മുഹാത്തബായ സിഗ, നമ്മൾ നമസ്കാരത്തിൽ അസ്സലാമു അലൈക്കും ഇങ്ങനെ നബി പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഖബറാളി അസ്സലാമു അലൈക്കും യാ അഹ്ല ദാരിൽ ഖുമിൽ എന്ന് പറയുന്നുണ്ടല്ലോ. അതൊന്നും ഒരിക്കലും എന്തല്ല, ഇവിടെ മരണപ്പെട്ടവരോടുള്ള ഇസ്തിഗാസയുമായി യാതൊരു ബന്ധവുമില്ല. ഇനി ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് അത്തരത്തിലെ പ്രയോഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, അതൊരിക്കലും തന്നെ അവർ കേൾക്കണമെന്ന് നിർബന്ധം ഇല്ല. അത് കേൾക്കണമെന്ന് നിർബന്ധമില്ല. ബൽ ബിമഅന ദുആ, അല്ലാഹുവിനോട് പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഇവിടെ മുഹാത്തബായ സീഗ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇസ്തിഗാസ ചെയ്യാനുള്ള തെളിവാണെങ്കിൽ അതൊന്നും ഇവിടെ നടക്കില്ല. പിന്നെ ജസരി തൂഫി, അത് പൊന്നാനി നിങ്ങൾ കബറടക്കിയതാണ്. എവിടെ ഷാഫി, എവിടെ അഹ്മദ് മംബീദി, എവിടെ അവര്? ആ ഒരു വരട്ടെ എൻ്റെ മുന്നിൽ വെച്ചിട്ട്, ആ ഒരു വരട്ടെ ഇൻഷാ അല്ലാഹ് അത് അപ്പോൾ തെളിക്കും. ചോദ്യോത്തര സെഷനിലെ അവസാനത്തെ അവസരം ഒന്നും കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് അവലോകനം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പൊന്നാനിൽ പഠിപ്പിച്ചു എന്നാ, പൊന്നാല് തോറ്റിട്ട് നാറിയിട്ട് ഇങ്ങോട്ട് വന്നതാ. ഇപ്പോ നിങ്ങൾ ജസീര് പറഞ്ഞല്ലോ, ജസീര്, ആ ജസീരിന്റെ പേര് പച്ചക്കളവ്. നിങ്ങളൊരു മൗലവി ഖാലിദ് ബിൻ ഫൗസി എന്ന് പറയുന്ന കട്ടാ വഹാബി, അൽബാനിന്റെ ശിഷ്യൻ, ഇബ്നുൽ വാസിന്റെ ശിഷ്യൻ, കട്ടാ വഹാബി തൂഫിന്റെ അൽ-ഇശാറാത്തുൽ ഇലാഹിയയിൽ കടത്തിക്കൂട്ടിയതാണ്. ആ ഇമാം ജസരിയുടെ സ്വന്തം കിതാബാ മേറാജ്, മേറാജുൽ മിനാജ്. ഈ കിതാബിൽ നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ ജസീറിന്റെ ഇബാറത്ത് കാണിച്ചതാ. നിങ്ങൾ ഖാലിദ് ബിൻ ഫൗസി കടത്തിക്കൂട്ടിയ കള്ളത്തരമാണ്. അതുകൊണ്ട് ഇങ്ങനെ പലതും നിങ്ങൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. മേറാജുൽ മിൻഹാജ് ഈ കിതാബിൽ ഉണ്ടെന്ന്. ഈ കിതാബിന്റെ ഏതെങ്കിലും ഒരു പേജിൽ ധൈര്യമുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ കാണിച്ചതാ. പിന്നെ എന്റെ ചോദ്യം 3 വന്നപ്പോ വീണ്ടും പറയാ ഇസ്തിഗാസ 2 ഞാൻ പറഞ്ഞല്ലോ എവിടെയാ ദുആന്റെ താരീഫ് എവിടെ? അപ്പൊ ഇയാൾ പറയും ഇസ്തിഗാസ 2 ആകെ ഒരു കിതാബ കൊണ്ടുവന്നിരിക്കുന്നത്. അബ്ദുൽ ഹൈ കാന്തവിൽ എന്ന് പറയുന്ന ഒരു തബ്ലീഗ് ജമാഅത്തുകാരൻ, അദ്ദേഹത്തിന്റെ കിതാബാണ് ഇവ ഉദ്ധരിക്കുന്നത്. നിങ്ങൾക്ക് നാണയില്ല മക്കളെ. പിന്നെ അലവി സഖാഫി പറഞ്ഞിട്ടുണ്ട്, അലവി സഖാഫി സക്കരിയ സലാഹിനെ ഉദ്ധരിച്ചിട്ടുണ്ട്, അത് വേറെ. അപ്പോ അബ്ദുൽ ഹൈ കാന്തലവി എന്ന് പറയുന്ന ഒരു തബ്ലീഗുകാരന്റെ കിതാബും കയ്യിൽ പിടിച്ചിട്ട് ആകെ ഒറ്റ കിതാബാ, ബാക്കിയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അത് തൊടാൻ ധൈര്യമില്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. എന്റെ ചോദ്യം എന്താ? ദുആന്റെ താരീഫ് എന്താ?
ഇസ്തിഗാസ 2 പിന്നെ രണ്ടാമത്തെ ചോദ്യം യാ ഖൈറ മൻ ദുഫിനത്ത് എന്ന് പറഞ്ഞാൽ ശിർക്കാകുമോ? ഇസ്തിഗാസ 2. ജസീറിന്റെ ഏത് കിതാബിലാണെന്ന് പറയുമ്പോൾ ഇസ്തിഗാസ 2. ആകെ തത്ത പറഞ്ഞ മാതിരി പറയാന്നല്ലാതെ നിങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ താടി ഇങ്ങനെ വളർന്നല്ലാതെ വേറെ ഒന്നുണ്ടോ? ആ നീളത്തിനനുസരിച്ച് സഫാത്ത് എന്നല്ലാതെ വേറെ എന്താ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ? എന്റെ പ്രിയപ്പെട്ട പൊന്നു സുഹൈലേ, നിങ്ങൾക്ക് കുറച്ച് പഠിച്ചു വന്നുകൂടെ? എന്റെ പൊന്നു സുഹൈലേ, ഒരല്പം നിങ്ങൾ പഠിക്ക്, ഒരല്പം തലച്ചോറ് ചെലവാക്ക്. ഈ മാതിരി മണ്ടത്തരം എന്റെ ഒറ്റ ചോദ്യത്തിന് ആകെ ഒറ്റ ചോദ്യത്തിൽ നിന്ന് ക്ലീൻ ബോൾഡായിക്കാണ്. ഫസ്റ്റ് ചോദ്യം നിന്ന് തൊടാൻ കഴിയില്ല. ആകെ ഒരു കാന്തലവിന്റെ തബ്ലീഗ് ജമാഅത്തുകാരുടെ ഒരു കിതാബ്, അതുമായിട്ട് ഇങ്ങോട്ട് മംഗലാപുരത്തേക്ക് ദുബായിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നതാ ഇതേ കാര്യം പറഞ്ഞിട്ട് 3 വട്ടം ഡേറ്റ് ചേഞ്ച് ആക്കി. അപ്പൊ അവസാനം ഇങ്ങനെ ഡേറ്റ് ദുബായിൽ നിന്ന് വല്ലാത്ത കാര്യമായിട്ട് വന്നത് ഈ കാന്തലവിന്റെ ബുക്കുമായിട്ടാണ്. എന്ത് ചോദിച്ചാലും ഈ ഇസ്തിഗാസ 2 തീരുമാനിച്ചു വന്നായിരിക്കും. ഇനി സുന്നികൾ എന്ത് ചോദിച്ചാലും ഞങ്ങളിങ്ങനെ പറയാ ഇസ്തിഗാസ 2. എന്ത് ചോദിച്ചാലും ഇസ്തിഗാസ 2. നമ്മുടെ നാട്ടിൽ ഒരു അരിപട്ട എന്ന് പറഞ്ഞിട്ടുണ്ടായി. അയാൾ എന്ത് ചോദിച്ചാലും ഒരു കഷായം മാത്രമേ കൊടുക്കുള്ളൂ. തലവേദനക്ക് പോയാലും ഒരേ കഷായം, വയറുവേദനക്ക് പോയാലും ഒരേ കഷായം, എന്തിനും ഒരേ കഷായം. ഈ അരിപട്ടന്റെ കഷായം പോലെ എന്ത് ചോദിച്ചാലും ഇസ്തിഗാസ 2. അതിന്റെ ധൈര്യം എന്താ? ഇസ്തിഗാസ 2. ജസീറിന്റെ ഏത് കിതാബിലുള്ളത്? ഇസ്തിഗാസ 2. ആകെ ഈ തത്ത പറഞ്ഞ മാതിരി എന്റെ പൊന്ന് സുഹൈലേ, ഒരല്പം പഠിക്കണം. ഈ കർണാടകത്ത് നിങ്ങൾ വിചാരിച്ചിട്ടോ ഇത് കർണാടകല്ലേ ഞങ്ങൾക്കൊക്കെ മിഞ്ചിട്ട് പോകാന്ന്? എന്റെ തോക്കേ, കോടിയില്ല, പ്രമാണമില്ല, എല്ലാം ഇവിടെ തൂഫാനായി. കിതാബുകളിൽ ആരാ കട്ട് കൊടുക്കുന്നതെന്നല്ലേ? ദാ കേട്ടോ, വലവന്നഹും ഇല്ലലമു എന്ന ആയത്തിന്റെ വിശദീകരണത്തില് ഇബ്നു കസീർ റഹിമഹുള്ളയുടെ പേരിൽ പച്ചക്കളവ് തിരുമിക്കേറ്റിയ അലവി സഖാഫിയാണ് കിതാബ് കട്ടത്. കിതാബ് കള്ളന്മാർ ആരാണെന്ന് ഇവിടെ പിടിക്കാൻ പോവാ. കേട്ടോ, ഈ പറഞ്ഞത് നബിയുടെ വഫാത്തിന് ശേഷവും ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നബിയുടെ ഖബറിനടുത്ത് ചെന്ന് മഴയ്ക്ക് ചോദിച്ച സംഭവം ഹാഫിദ് തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. തഫ്സീറുൽ ഖുർആനിൽ അലീം വാള്യം 1 640 പേജ്. ധൈര്യമുണ്ടോ കാണിച്ചു തരാൻ? ഇസ്തസ്ഖലി ഉമ്മത്തിക്ക, കാണിച്ചു തരാൻ ധൈര്യമുണ്ടോ? കുറച്ച് ഫോട്ടോ കോപ്പി എടുത്തിട്ട് മതി. വലിയ കിതാബിന്മേൽ കിടന്ന് ഉറങ്ങുന്നവരാ ഇവിടെ മുജാഹിദുകൾ കിതാബുകൾ ഇവിടെ കൊണ്ടുവന്ന് തലക്കിട്ട് പടക്കം പൊട്ടിക്കുന്ന പോലെ ഇവിടെ അടിച്ചത്. എന്നിട്ട് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ലാ തജഅലു ദുആ റസൂലി ബൈനക്കും, ആകെ ഓതിയതാ. ഓര് വിചാരിച്ച് നൗഷാദ് അസരി വന്ന് ഞെട്ടിക്കുന്ന പോലെ നമ്മളങ്ങ് ഞെട്ടിക്കാതെ. മക്കളെ, ഇതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ മുജാഹിദായത്, മനസ്സിലാകുന്നുണ്ടാ? നിങ്ങളിത് കാണുന്നതിനൊക്കെ മുന്നേ ഞങ്ങളിത് കണ്ടതാട്ടോ. ലാ തജഅലു ദുആ റസൂലി ബൈനക്കും എന്താന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചു. ഓ നബി മുഹമ്മദേ, എടാ മുഹമ്മദേ, ഓ തോക്കേ എന്ന് വിളിക്കുന്ന പോലെ റസൂലിനെ വിളിക്കാൻ പാടില്ല എന്നാ. എന്നിട്ട് ആലൂസിയുടെ കിതാബിൽ കളവ് നടത്താൻ ശ്രമിച്ചതും പിടിച്ചു. എന്താ? ഇസ്തിഗാസ നടത്താൻ. അങ്ങനെ ഒരു വരി അതിലില്ല. ബഅദ വഫാത്തിഹിം എന്ന് എടുത്ത് വലിയ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കി. എന്താ ബഅദ വഫാത്തിഹിം? വഫാത്തിന് ശേഷവും റസൂലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അതെന്താണ് അവിടുത്തെ ഉദ്ദേശം? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് വായിച്ചു, തൊട്ടിട്ടില്ല. അത് റസൂൽ കേൾക്കുമെന്നല്ല, മുഴുവനായിട്ട് പൂർണ്ണമായി റസൂൽ കേൾക്കുമെന്നല്ല അതിൻ്റെ ഉദ്ദേശം. ഇതെല്ലാം കൃത്യമായി ഇവിടെ വിവരിച്ചു. ഖസ്തലാനി ഉദ്ധരിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഖസ്തലാനി ആണെങ്കിലും ഇനി നിങ്ങൾ ആരെയൊക്കെ ഉദ്ധരിക്കാൻ കൊണ്ടോ അവരൊന്നും എന്തല്ല, നേരിട്ട് നബിയേ എനിക്ക് മക്കളെ തരണേ, എനിക്ക് ആഫിയത്ത് തരണേ എന്നിങ്ങനെ നടത്തിയിട്ടില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? ഹലബി, സുന്നുല്ലാഹിൽ ഹലബി പറഞ്ഞു. പിന്നെ വലിയ കാര്യമായിട്ട് ചോദിച്ചു, യാ ഖൈറ മൻ ദുഫിനത്ത്. മറുപടി പറഞ്ഞു, യാ ഖൈറ മൻ ദുഫിനത്ത് എന്ന വരികൾക്കുള്ളിൽ ഇസ്തിഗാസ ഇല്ല. നിങ്ങൾ ഈ എഴുതിയ വിശ്വാസത്തിൽ യാ ഖൈറ മൻ ദുഫിനത്ത് എന്നല്ല, യാ നബി എന്ന് വിളിച്ചാൽ തന്നെ തീർന്നു. മക്കളെ തരണേന്ന് തന്നെ പറയണ്ട. കാരണം എന്താ? വല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നവർ. അതുകൊണ്ട് ആ വിശ്വാസം തന്നെ ശിർക്ക. ചോദിച്ചാൽ ഒന്നും കൂടെ കൂടി മക്കളെ, അതുകൊണ്ട് തിരുത്തിയിട്ട് നന്നാവാൻ നോക്ക്. ഇനി അടുത്തത് വലിയ കാര്യത്തിൽ അബ്ദുൽ ഹൈ അൽ ലക്നവി തബിലിയാരനത്രേ. നിങ്ങൾക്ക് തബിലിയാരെ തള്ളാൻ പറ്റുമോ? നിങ്ങൾക്ക് തബിലിയാരെ തള്ളാൻ പറ്റുമോ? അത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ അബ്ദുൾ റഷീദ് പത്തപ്രിയത്തിനെ വടകരയിലിട്ട് തബ്ലീഗിന്റെ മൗലവിമാർ കുഴിച്ചു മൂടിയിട്ട് പോയി. നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞോ? മറുപടി പറയാൻ കഴിഞ്ഞോ? ഇനി അബ്ദുൽ ഹൈ അൽ ലക്നവി ആരുടെ ശിഷ്യനാ? സാക്ഷാൽ ദഹ്ലാന്റെ ശിഷ്യൻ. ആരാത്? കന്തപുരത്തിന്റെ കള്ള സിൽസിലയിലെ ആ സിൽസിലയിൽ കാണാം. ഉസ്താദിന്റെ സിൽസില പഠിക്കാത്ത ശിഷ്യന്മാരെ, നിങ്ങളുടെ ഗതി എന്താ കഷ്ടം. ഉസ്താദിന്റെ ശിഷ്യ പോലും അലവിയൊക്കെ ലൈവിലിരുന്ന് കാണുക.
അലവി നിങ്ങളുടെ അവസ്ഥ നമുക്ക് കുറെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. ഇതാ അലവി. അതുപോലെ തന്നെ ഞങ്ങളിവിടെ കൃത്യമായി ഉദ്ധരിച്ചു, ഫതാവൽ ബസാസിയെ ഉദ്ധരിച്ചു, അതുപോലെ തന്നെ അൽഹുജ്ജ ഉദ്ധരിച്ചു, ഒന്നും തൊട്ടിട്ടില്ല. അതുപോലെ അല്ലിംത, പിന്നെ ഇസ്തിഗാസ രണ്ടുണ്ട് എന്ന് പറഞ്ഞതല്ല മുസ്ലിയാരെ, അത് വിഷയാവതരണത്തിൽ തന്നെ നിർവചനം നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തന്നു, വീണ്ടും പഠിപ്പിച്ചു. എന്ത്? ഒന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം, രണ്ട് അതീതം. അതീതമായത് ഷിർക്ക്, അധീനമായത് ഷിർക്കല്ല. ഹുക്കുമ് മാറി മാറി വരും, ഞങ്ങൾ പഠിപ്പിച്ചു തന്നു. ചോദ്യോത്തരത്തിലെ 2 സെഷനും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇരു വിഭാഗത്തിൻ്റെയും അവലോകനം 10 മിനിറ്റ് വീതം സമയമുണ്ട്. നറുക്കെടുപ്പിലൂടെയാണ് വിഷയം അവലോകനം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഒന്നാമത്തെ അവലോകനം സുന്നി വിഭാഗത്തിനാണ്, രണ്ടാമത്തെ സലഫികൾക്ക്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്ക് ചിരി വരികയാണ്. ഞാൻ ഇവിടെ ഇവർക്ക് 4 മിനിറ്റ് ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി കൊടുത്ത് ഇതുവരെ ആകെ 3 ചോദ്യത്തിന് മറുപടി പറയാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആയത്തോതി തൊടാൻ സാധിച്ചിട്ടില്ല. ഏതിരുന്നാലും ഇരിക്കട്ടെ, എൻ്റെ ചോദ്യം എന്തായിരുന്നു? ദുആ എന്താണ്? അതിന്റെ നിർവചനം എന്താണ്? തൊട്ടിട്ടില്ല. അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? യാ ഖൈറ മൻ ദുഫിനത ബിൽഖാഇ അഅ്ലമുഹു ഫതാബ മിൻ ദീബിഹിന്നൽ ഖാഉ വല്ലകമു. ഇത് പറയണമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദിബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിൽ കബീൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖറാഫി റളിയല്ലാഹു അൻഹു തന്റെ ദഖീറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹാവിൽ ഫതാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി 100 കണക്കിലെ ഇമാമിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ അടുക്ക് യാ ഖൈറ മൻ ദുഫിനത എന്ന് പറയാൻ അവർ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു മാന്യമായി ഇവരോട്, അങ്ങനെ പറയുന്നത് ശിർക്കാണോ? തൊടാൻ ധൈര്യം വരുന്നില്ല, തൊട്ടില്ല. എന്ത് ചോദിച്ചാലും ഇസ്തിഗാസ 2 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുക. ഇനി നോക്ക്, ലാ തജഅലു ദുആ റസൂലി എന്ന ആയത്ത് ഓതിയപ്പോൾ പറഞ്ഞു ബഅദ ഫാത്തിഹിന്നില്ല, പച്ചക്കള്ളം എന്ന് പറഞ്ഞു. ഞങ്ങളത് തെളിയിച്ച് ഇവിടെ റൂഹുൽ മആനിയിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ആപൽഘട്ടങ്ങളിൽ സഹായിയാക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വിളിക്കാൻ പറഞ്ഞു. വളരെ കൃത്യമായി തെളിയിച്ചു, തൊട്ടിയില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ 100 കണക്കിന് സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഖസ്സലാനി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇസ്തിഗാസ നടത്തി. അതുപോലെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു നടത്തി. ഇങ്ങനെ തുടങ്ങി നിരവധി ഇമാമിങ്ങൾ. ഇനി നോക്കിക്കോ, ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു താജുദ്ദീൻ സുബ്കിയാണ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്ന മുഹമ്മദ് ഇബ്നു മഹ്മൂദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിനെ കൊണ്ട് ഇസ്തിഗാസ നടത്തിയ സംഭവം കേട്ടോ നിങ്ങൾ? ഖാലബിൻ സമആനി, ബഹുമാനപ്പെട്ട സമആനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അദ്ദേഹം അന്നഹു ഹജ്ജ സനത 97 വ 400 492. അന്ന് റസൂലുള്ളാഹി ജീവിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം 492 അദ്ദേഹം ഹജ്ജിന് വേണ്ടി പോയപ്പോ അദ്ദേഹത്തിന്റെ കുട്ടി മകൻ കാണാതെയായി പോയി. മദീനയിലേക്ക് ചേരുന്നതിന് മുമ്പ്, എത്തുന്നതിന് മുമ്പ് മകനെ കാണാനില്ല. മസ്ജിദ് ഷരീഫ്, മദീനത്തെ പള്ളിയിലേക്ക് എത്തിയപ്പോ അവിടെ വാതിലിന്റെ അടുക്കൽ പോയി മുഹമ്മദ് മതിലിലേക്ക് ഇങ്ങനെ സ്പർശിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി.
ഖൽഖു മുജ്തമിഊന ഹൗലാ, ആളുകൾ ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. വഹുവ യഖൂലു, അദ്ദേഹം പറയുന്നു യാ റസൂലല്ലാഹ്, ഓ നബിയേ, അതാണ് ലാ തജ്അലൂ ദുആ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ജിഇതുക, നബിയേ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു തങ്ങളുടെ അടുത്തേക്ക്. മിൻ ബലദിൻ ബഈദ്, വളരെ ദൂരത്ത് നിന്നാ വന്നത്. വഖദ് ലാഇബ്നി, എൻ്റെ മോനെ കാണാനില്ല നബിയേ. ലാ അർജിഉ, ഞാൻ മടങ്ങൂല നബിയേ. ഹത്താ തറുദ്ദ അലയ്യ ഇബ്നി, എൻ്റെ മോനെ എനിക്ക് തങ്ങൾ തിരിച്ചു തരുന്നതുവരെ ഞാൻ മടങ്ങി പോകൂല നബിയേ. വഫാത്തായി പോയ നബിയോട് ഇസ്തിഗാസ നടത്തുന്നു. ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്നു. ഇനി നോക്ക് നിങ്ങൾ, നൂറ് കണക്കിന് സംഭവങ്ങൾ, എത്ര സംഭവങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അൻവാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, വഖദ് ഹുബ്ബിബലി, എനിക്ക് വളരെ സ്നേഹമാക്കപ്പെട്ടിട്ടുണ്ട്, അന്നഖൂല, ഞാൻ പറയാൻ, ബിഖൽബി, എൻ്റെ ഹൃദയം കൊണ്ടും, വലിസാനി, എൻ്റെ നാവ് കൊണ്ടും, ബഅദ സലാമി, സലാമിന് ശേഷം, എങ്ങനെ നിസ്കാരം സലാം കിട്ടിയതിന് ശേഷം ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഇസ്തഗ്ഫിർ ലീ റബ്ബക്, എനിക്ക് വേണ്ടി എൻ്റെ കുറ്റത്തിന് റബ്ബിനോട് മാഫ് തേടണേ നബിയേ എന്ന് സലാസ മറാത്ത്, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഞാൻ 3 വട്ടം റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ നടത്താറുണ്ടെന്ന് ഇമാം ഷാറാനി അൽ അൻവാർ ഫി ആദാബി സുബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇവരുടെ വാദപ്രകാരം ഇമാം ഷാറാനി ഒരു ദിവസത്തിൽ എത്ര വട്ടം ഗാഫറാകണം? സുബ്ഹാന ജല്ല ജലാലു. ഇനി നോക്ക് നിങ്ങൾ, എത്രയൊക്കെ സംഭവങ്ങളാണ്. സിയർ അഅ്ലാമിൻ നുബലാ ദഹബി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇബ്നുൽ മുഖ്രി റളിയല്ലാഹു അൻഹു പറയാ, കുന്തു അന വ തബ്റാനി, ഞാനും ഇമാം തബ്റാനിയും ഒന്നിച്ചു പോവുകയാണ്. അബു ശൈഖ് ബിൽ മദീന, ഞാൻ അതുപോലെ അബു ശൈഖ് മദീനയിൽ പോവുകയാണ്. ഫലാഖ മിനൽ വഖ്തു, അതാ നോക്കുമ്പോൾ സമയം നമുക്ക് വളരെ കുടുസായി. ഫവാസൽനാ ദാലികൽ യൗമ, അങ്ങനെ ഭക്ഷണമില്ലാതെ ഞങ്ങൾ ദിവസങ്ങളോളം കഴിഞ്ഞു. ഫലമ്മാ കാന വഖ്തുൽ ഇശാഇ, ഇശാഇന്റെ സമയമായപ്പോൾ ഹളർത്തുൽ ഖബ്റ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് ഞാൻ പോയി. വഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അൽജു അൽജു അൽജു, വിശക്കുന്നു നബിയേ. വഫാത്തായി പോയ നബിയോട് ബഹുമാനപ്പെട്ട ഇബ്നുൽ മുഖ്രി ഉണ്ട്, തബ്റാനി ഉണ്ട്. അങ്ങനെ ഇസ്തിഗാസ നടത്തി. വളരെ കൃത്യമായി ദഹബി അദ്ദേഹത്തിന്റെ സിയർ അഅ്ലാമിൻ നുബലാ രേഖപ്പെടുത്തുന്നു. അവരൊക്കെ കാഫിറാണോ? ഈ ഇമാമിങ്ങളെ മുശ്രിക്കും കാഫിറാക്കിയിട്ട് നിങ്ങളെ കൂടെ നിൽക്കാനുള്ളവരല്ല ഈ മുസ്ലിം സമൂഹം. അതാണ് മുസ്ലിമീങ്ങൾ ഇമാമിങ്ങളെ പിന്നിലാണ്. അവർ പോകുന്ന സ്വർഗത്തിലേക്കാ. നിങ്ങളെ സ്വർഗം വിഡ്ഢികളെ സ്വർഗമാണ്. അതുകൊണ്ട് ആ സ്വർഗം മുസ്ലിമീങ്ങൾക്ക് വേണ്ട. ഗൂഗിൾ മൗലവിമാരെ പിന്നിൽ പോകുന്നവരല്ല, ഇമാമിങ്ങളെ പിന്നിൽ പോകുന്നവരാ. ഇനി കേട്ടോ, സിയർ അഅ്ലാമിൻ നുബലായിൽ വളരെ കൃത്യമായി കാണാം. ബഹുമാനപ്പെട്ട അബുൽ ഫതഹ് നസ്ർ ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിമ, എന്താണ്, സമർഖന്ദിൽ എപ്പോഴാണ്? ആമ 64 ഹിജ്റ 464 വലിയ ക്ഷാമം വന്നു, മഴയില്ലാതെ പോയി. കുഹിത്തൽ മതറു ഇൻദനാ ബി സമർഖന്ദ്, സമർഖത്തിൽ മഴയില്ലാതെയായി പോയി. ഫസ്തസ്ഖന്നാസു മിറാറ, ജനങ്ങൾ ഇസ്തിസ്ഖാവിന്റെ ദുആ നടത്തി, അല്ലാഹുവിനോട് ദുആയിരുന്നു. ഫലം യുസ്ഖൗ, അവർക്ക് മഴ കിട്ടിയില്ല. ഫതാ റജുലുൻ സ്വാലിഹുൻ മഅറൂഫുൻ ബിസ്സലാ, അപ്പോൾ ഒരു നല്ല സ്വാലിഹായ ഒരാൾ വന്നു. ഇലാ ഖാലി സമർഖന്ദ്, സമർഖന്ദിന്റെ ഖാലിന്റെ അടുത്തേക്ക് വന്നു. ഫഖാല ലഹു, ഖാലിയോട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖദ് റഅയ്തു റഅയൻ അഅരിദുഹു അലൈക, ഞാൻ ഒരു നല്ലൊരു അഭിപ്രായം നിങ്ങളോട് പറയാ. ഖാല വമാ ഹുവ, ഖാലി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഖാല അറാ അൻ തഖ്റുജ, നിങ്ങൾ പുറപ്പെടണം. വയഖ്റുജൻ നാസു മഅക്, ജനങ്ങൾ നിങ്ങളെ കൂടെ പുറപ്പെടണം. ഇലാ ഖബറിൽ ഇമാമി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ ഖബർ ഷരീഫിന്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ടോ വഖബ്റു ബി ഖർതൻക, അദ്ദേഹത്തിന്റെ ഖബറുള്ളത് ഖർതൻകിലാണ്. വനസ്തസ്ഖി ഇൻദഹു, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് മഴയ്ക്ക് വേണ്ടി തേടണം. ഫഅസല്ലാഹു അൻ യസ്ഖിയനാ, അല്ലാഹു ഞങ്ങൾക്ക് മഴ തരാൻ മതി. അങ്ങനെ ഫഖാൽ ഖാലി, ഖാലി പറഞ്ഞു, നിഅമ മാ റഅയ്ത, നിങ്ങൾ പറഞ്ഞ അഭിപ്രായം വളരെ നല്ലതാ. ഫഖറജൽ ഖാലി, ഖാലി പുറപ്പെട്ടു. വന്നാസ് മഅഹു, ജനങ്ങളും പുറപ്പെട്ടു. വസ്തസ്ഖൽ ഖാലി ബിന്നാസ് വബകന്നാസ് ഇൻദൽ ഖബർ,
അവിടെ പോയി മയക്ക് വേണ്ടി തേടി വതശഫഉ ബിസ്വാഹിബിഹി ഇമാം ബുഖാരിനെ കൊണ്ട് ശഫാഅത്ത് തേടി. മരിച്ചുപോയ ഇമാം ബുഖാരിയെ കൊണ്ട് ഫഅർസലല്ലാഹു തആല സമാ ബിമാഇൻ അളീം അല്ലാഹു തആല വലിയ മഴ കൊടുത്തു. ആരാകെ പെടുന്നത്? നിങ്ങളെ നേതാവ് ദഹബി, നിങ്ങൾക്ക് വളരെ പ്രിയങ്കരനായ ദഹബി. എനി കേട്ടോ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് സ്വഹാബിയാണ്. അദ്ദേഹം ഇസ്തിഗാസ നടത്തുന്നത് കേട്ടോ. അലാ യാ റസൂലല്ലാഹി കുൻത റജായിയാ, ഓ നബിയേ തങ്ങൾ എൻ്റെ പ്രതീക്ഷയാണ്, തങ്ങൾ എൻ്റെ പ്രതീക്ഷയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. നാലാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു, തങ്ങൾ എൻ്റെ റജായിയാ വ കുൻത ബിനാ ബർറൻ വലം തകു ജാഫിയാ, തങ്ങൾ ഞങ്ങളോട് വളരെ മോശമായി വരുന്ന ആളല്ല. ഇനി കേട്ടോ, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്തിഗാസ നടത്തുന്നു നബിയെ വിളിച്ചുകൊണ്ട്. യാ സയ്യിദർ റസൂലില്ലദി ഫാഖൽ വറാ ബസൻ സമാ കുല്ലൽ വുജൂദി വുജൂദ ഹാദിഹി റഅതു മുദ്നിബി മുതമസ്സികി ബിവലായികും മിൻ യൗമി കാന വലീദാ. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തുന്നു. സുബ്ഹാന ജല്ല ജലാലു, എത്ര സംഭവങ്ങളാണ്, ഒന്നോ രണ്ടോ അല്ല, നൂറുകണക്കിന് സംഭവങ്ങൾ. ഇങ്ങനെ ആ ഇമാമിങ്ങൾ ഇസ്തിഗാസ നടത്തിയവരാ, അവരെ പിന്നിൽ നിൽക്കുന്നവരാണ് മുസ്ലിമീങ്ങള്, അവരെ പിന്നിൽ നിൽക്കുന്നവരാണ്. അതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാർ അയിമ്മത്തുകള് അവരെ പിന്നിലാ. ഗൂഗിൾ മൗലവിമാരെ പിന്നിലുള്ളവരല്ല, ഗൂഗിൾ മൗലവിമാരെ ബാക്കിൽ നിൽക്കാനുള്ളവരെ മുസ്ലിമീങ്ങള്. അതുകൊണ്ട് ഇമാമിങ്ങളെ പിന്നിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ 3 ചോദ്യത്തിന് തൊടാതെ എന്തോ തോന്നിവാസം പറഞ്ഞു പോയി. ഏതോ തബ്ലീഗ് ജമാഅത്തുകാരന്റെ കിതാബ് അവതരിച്ചത്, ഏതോ തബ്ലീഗ് ജമാഅത്തുകാരൻ ഒരു കിതാബ് കൊണ്ടുവന്ന് ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയതാ. ഞങ്ങള് വിടൂല. അതുകൊണ്ട് ചോദ്യത്തിന് മറുപടി പറയാതെ, ദുആഇന്റെ നിർവചനം തൊടാതെ, അതുപോലെ ഒരു ഇബാറത്ത് ഞാൻ ഉദ്ധരിച്ച ഒരു ഇബാറത്തും ഇതുവരെ തൊട്ടിട്ടില്ല. ലാ തജ്അലു ദുആ റസൂൽ എന്ന ആയത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. السلام عليكم ورحمة الله. الحمد لله رب العالمين. جاء الحق وزهق الباطل إن الباطل كان زهوقا. الله أكبر الله أكبر الله أكبر. അല്ല മൊയ്ലിയമാരെ, എന്തിനാ ഞങ്ങൾ വന്നത്? എന്തിനാ വന്നത്? ഞങ്ങൾ വന്നത് ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാവൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താവൂ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെന്തിനാ മൂക്കി പഞ്ഞു വെച്ചവർക്ക് വിളിക്കാൻ അല്ലേ? മൂക്കി പഞ്ഞു വെച്ചവരെ വിളിക്കാനല്ലേ നിങ്ങൾ വിളിക്കുന്നത്? മയ്യത്തിനെ വിളിക്കാൻ. അതെ, മക്കാ മുശ്രിക്കിന്റെ അബൂജാഹിലിന്റെ ആദർശത്തിലേക്കാണ് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. ഞങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പറയുന്നു. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രികീൻ. മനസ്സിലായോ? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നവരും. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നവരാണോ? അല്ല. അല്ലാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റിച്ചുളിയും. വൈദാ ദുഖിറല്ലാഹു വഹദഹു ഇസ്മഅസത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. നിങ്ങളെ കുറിച്ച് പറഞ്ഞതാ. നിങ്ങൾക്ക് അല്ലാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വക്രതയാണ്, നിങ്ങളെ നെറ്റിച്ചുളിയും. നമ്മളെ തങ്ങളും പടച്ചോനും നീർച്ചക്കാരും ഒക്കെ ഉണ്ട്. സാരം സലാമത്താക്കി എന്ന് പറഞ്ഞാലോ ഇദാഹും യസ്തബ്ശിറൂൻ. നിങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് അല്ലാഹു ഖുർആനിൽ. മനസ്സിലായോ? മക്കയിലെ മുശ്രിക്കുകളുടെ ആദർശത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര ആൾക്കാരെ ഇവിടെ ഇവർ തള്ളി. നിങ്ങളെ സിൽസിലയിൽ എത്രാമത്തോനാണ് നെല്ലിക്കുത്ത്? ആ നെല്ലിക്കുത്തിനെ തൊട്ടിൽ കിട്ട്. അബ്ദുൽ ഹയ്യിന്റെ നബി തബ്ലീഗുകാരനായിപ്പോ. എന്നാ പിന്നെ എന്തിനാ ആലവി
മഹാനായ അല്ലാമാന്ന് പറഞ്ഞിട്ട് ബുക്ക് ഇറക്കിയത്. വഹാബികൾക്ക് മറുപടി പറഞ്ഞ അല്ലാമയാണ് മൂപ്പര് ലബലീഗാക്കി. ആയിക്കോട്ടെ, ഇനി എത്ര നിങ്ങൾ തള്ളാൻ കിടക്കണ്? ഇബ്നു ഹജർ അസ്ഖലാനി നിങ്ങൾ പറഞ്ഞല്ലോ ആ ഖിതാബ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നമസ്കാരത്തിലെ തശഹുദിൽ പറയുന്ന അത് അതിന്റെ മാന എന്താണ്? അതിന്റെ മാന ദുആ. അതെ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അല്ലാണ്ട് ഈ മനമത്തെ ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന പോലത്തെ വകുപ്പല്ലാതെ മനസ്സിലാക്കിക്കോ. അജ്മുഉൽ ഫതാവയിൽ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരാള് രക്ഷിക്കണേ കാക്കണേ എന്ന് നിങ്ങൾ ജനങ്ങളോട് മാല പഠിപ്പിക്കുന്ന വിശ്വാസല്ലേ? വല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോക്ക് ആയിക്കൂടാം ചെയ്യും ഞാനെന്നോ അല്ലേ? ആ വിശ്വാസം പച്ചയായ ശിർക്കും കുഫറുമാണ് എന്ന് അബ്ദുൽ ഹയ്യ് ലഖ്നവി അദ്ദേഹത്തിന്റെ ഫത്വയിൽ നിങ്ങളെ അലവി പറഞ്ഞത് മുശ്രിക്കുകളും കാഫറുകളുമാണ് നിങ്ങൾ എന്ന്. അതെ, അബ്ദുൽ ഹയ്യ് ലഖ്നവി തോടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ ഇമാം ആലൂസിയുടെ പേരില്, ഇമാം തൊബരാനിയുടെ പേരില് പച്ചക്കളവ് പറഞ്ഞു. പീഡിച്ചപ്പോ പറയണേ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പീഡിച്ചപ്പോഴല്ലേ ആദ്യം എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ തെക്ബീർ ചൊല്ലിയില്ലേ മക്കളെ? തെക്ബീർ ചൊല്ലിയില്ലേ? ഉസ്താദ് സഖാഫി മൂപ്പര് വെടിവെച്ചപ്പോ നിങ്ങൾ ചെല്ലിയില്ലേ? എന്തേ ചെല്ലിയത്? ഇസ്തിഗാസ ചെയ്യാൻ ഇതാ തെളിവ്. പക്ഷേ പീഡിച്ചു ഞങ്ങള്. അത് കളവാണ്, അതിൽ ഇസ്തിഗാസയില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. കിതാബിൽ കളവ് നടത്തിയത് ഞങ്ങൾ കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഇനിയും ജസരിയുടെ കാര്യം പറഞ്ഞു. പൊന്നാനി സംവാദത്തിൽ അവതരിപ്പിച്ചതാ. അവിടെ 25ഓളം മൊയ്ലിയന്മാര് നേർക്ക് നേരെ മുന്നിരുന്നിട്ടേ കാമാന്ന് ഒരക്ഷരം മിണ്ടിയില്ല. നിങ്ങൾ കൊണ്ടുവന്ന ആളുകൾ എന്റെ പിണ്ണാക്കന്മാരായിരുന്നോ? ആ 25 തലയെ കെട്ടും കെട്ടിയിട്ട് എന്തിനാ കൊണ്ടുവന്നത്? എന്നിട്ട് ഇപ്പൊ കോടതി പിരിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ചോദിക്കാം ശരി. അപ്പൊ ചോദിക്കേണ്ടിയായിരുന്നു. ഞങ്ങൾ കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഓരോ വിഷയങ്ങൾക്കും എണ്ണി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂറത്തുൻ നൂറിലെ ആയത്തുദ്ധരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൻ നൂറിലെ ആയത്ത് മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൻ നൂറിലെ ആ ആയത്ത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകളും അവതരിപ്പിക്കപ്പെട്ടത് ആർക്കാണ്? കാരന്തൂരിൽ ഇറങ്ങിയ ആയത്തൊന്നുമല്ല അത്. മനസ്സിലായോ? അത് അള്ളാഹുവിന്റെ റസൂലിന് ഇറങ്ങിയതാണ്. അത് ഒന്നാമതായി കേട്ട് പഠിച്ച് മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേർക്ക് നേരെ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയത് ആരാ? സ്വഹാബത്താണ്. അവർക്ക് നിങ്ങളെ ഈ അഖീദയില്ല, നിങ്ങൾക്ക് അഖീദയില്ല. അവര് മനസ്സിലാക്കിയത് എന്താണ്? ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അതെ, അത് വിശ്വസിച്ച ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്ക് നേരെ ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇറാഖിലെ ദുസ്തറിൽ ഇറാഖ് കീഴടക്കിയപ്പോൾ അതാ അവിടെ ഒരു നബിയുടെ മയ്യത്ത് കാണുന്നു. ദാനിയേൽ നബിയുടെ മയ്യത്ത്. അവിടെയുള്ള മുശ്രിക്കീങ്ങൾ അതിനെ മഴയ്ക്ക് വേണ്ടി തേടിയിരുന്നു. നിങ്ങളാണെങ്കിൽ എന്താവും സ്ഥിതി? അവിടെയുള്ള മുശ്രിക്കീങ്ങൾ ദാനിയേൽ നബിയുടെ മയ്യത്ത് കവറടക്കാതെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു? മഴയ്ക്ക് വേണ്ടി തേടിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? രായിക്കു രാമാനം, അത് കവറടക്കുവാൻ
അബൂ മൂസൽ അശ്അരിയോടും അനസ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹു ആരും കാണാതെ ഖബറടക്കുവാൻ വേണ്ടി ഉത്തരവ് നൽകി. അങ്ങനെ 13ഓളം കുഴി കുഴിച്ചുകൊണ്ട് എവിടെയാണ് ഖബറടക്കിയത് എന്ന് അറിയാത്ത വിധത്തിൽ ആ പ്രവാചകന്റെ ആ നബിയുടെ ദാനിയേൽ നബിയുടെ മയ്യത്ത് രഹസ്യമായി ഖബറടക്കി. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു മുടിത്തുണ്ടം കിട്ടിയിട്ട് അതും വെച്ചിട്ട് എത്ര കായുണ്ടാക്കി പിരിച്ച് നടന്നില്ലേ നിങ്ങൾ? ഏതോ ബോംബെയിലെ തെരുവീതിയിൽ ഏതോ ആളുടെ മുടിത്തുണ്ടം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ജനങ്ങളെ പറ്റിക്കുന്ന നിങ്ങളുടെ ദീന് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നേർക്ക് നേരെ ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹുവിൻ്റെ ദീനല്ല. ഒരു നബിയുടെ മയ്യത്ത് ഫുള്ളായി കിട്ടിയതാ, മുടിത്തുണ്ടല്ല, കാമലായിട്ട് കിട്ടിയിട്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാം ദീനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മനസ്സിലായോ? പിന്നെ ഇവിടെ വിഷയാവതരണത്തിലായിരുന്നു ഭയങ്കര രസം. എന്താ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അൽഹംദുലില്ലാഹ്, അങ്ങനെ ഓതി മനസ്സ് തട്ടി ഓതി. ആരാണ് ആ സിറാത്ത് ആ നല്ല മഹാന്മാര്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആരാ സിറാത്തൽ? അതാരാണ്? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഫഹസുന ഉലൈക റഫീഖാ. അല്ലാഹ് പറഞ്ഞതാണ്. ആ നബിമാരിൽപ്പെട്ട 25ഓളം നബിമാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ നബിയും ഒരു സന്ദർഭത്തിലും ഒരു രീതിയിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടിയിട്ടില്ല. നിങ്ങൾ കുട്ടികളില്ലെങ്കിൽ ഉള്ളാളം ജാറത്തിലേക്ക്, കൂത്തമ്പള്ളി ജാറത്തിലേക്ക് സിയാറത്ത് ടൂർ പോണവരല്ലേ? എന്നാൽ കുട്ടികളില്ലാത്ത 2 നബി, സക്കരിയ നബി, ഇബ്രാഹിം നബി അള്ളാഹുവിനോട് തേടി അല്ലേ? സൂറത്ത് മറിയമിൻ്റെ തുടക്കത്തിൽ കാണാം, നരച്ച് വയസ്സ് വൃദ്ധനായി പോലും അള്ളാഹിനോട് തേടുവാൻ സക്കരിയ നബിക്ക് മടിയുണ്ടായില്ല. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അള്ളാഹിനോടാ തേടിയത് എല്ലാ നബിമാരും. സൂറത്ത് അൻആമിലെ 83 മുതൽ 90 വരെയുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം 18ഓളം നബിമാരുടെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. ആ ഹുദയിലേക്കാണ്, ആ സിറാത്തൽ മുസ്തഖീമിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. അല്ലാഹു അക്ബർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ പ്ലീസ് എല്ലാവരും ഒന്ന് ഇരിക്കണം, ദയവ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്ലീസ്. സഹോദരങ്ങളെ അൽഹംദുലില്ലാ, നമ്മുടെ 2 വിഭാഗം സുന്നി സലഫി വിഭാഗം 2 പണ്ഡിതന്മാരും വളരെ ഭംഗിയായി നമ്മുടെ സംവാദം അവസാനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഇവിടെ കൂടിയ ശ്രോതാക്കളോടും അതുപോലെ തന്നെ എല്ലാവരോടും നന്ദി പറയുകയാണ്. അള്ളാഹു നമ്മുടെ ഈ കർമ്മം ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. സുന്നി വിഭാഗം ഇടതുഭാഗത്തിലൂടെയും മുജാഹിദ് വിഭാഗം വലതുഭാഗത്തിലൂടെയും പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംവാദത്തിൻ്റെ നടത്തിപ്പിന് ഒരുപോലെ സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് പിന്നൊരു കാര്യം, സൗഹാർദ്ദമായ നിലക്ക് ഇരു കൂട്ടരും വളരെ അച്ചടക്കത്തോടു കൂടെ സുന്നി വിഭാഗത്തെ ആൾക്കാർ സ്റ്റേജിൻ്റെ അടുത്ത ഭാഗത്തായിട്ടും സലഫ വിഭാഗത്തിൻ്റെ ആൾക്കാർ സ്റ്റേജിൻ്റെ വലത്തെ ഭാഗത്തുള്ള ഡോറുമ്മൽ പുറത്തേക്ക് പോകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതുവരെ നിങ്ങൾ സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെയുള്ള സുന്നി മുജാഹിദ് സംവാദങ്ങൾ നടക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ
ആഗ്രഹിക്കുന്നതും അതിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട്, പിന്തുണ ആവശ്യമാണെന്ന് ഒന്നും കൂടി അറിയിക്കുന്നു.